നമസ്കാരം. UDFിന് അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. കാരണം ഇന്നത്തെ ദിനം നിങ്ങളുടേതാണ്. കേരള ജനത നിങ്ങളെ വിശ്വസിപ്പിച്ച് വിജയിപ്പിച്ച ദിനം. മറുവശത്ത് മൂന്നാമതും ഭരണ തുടർച്ച എന്ന ഇടതുമുന്നണിയുടെ ദിവാസ്വപ്നങ്ങൾ തകർന്നുടഞ്ഞ ദിനം. തലസ്ഥാന നഗരിയിലടക്കം BJP നേട്ടമുണ്ടാക്കിയ ദിനം. അങ്ങനെ സവിശേഷതകൾ ഏറെയുണ്ട് ഈ ദിനത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയും ജനദ്രോഹ നടപടികളും ഇടതുമുന്നണിയെ തകർത്തെറിഞ്ഞ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിൽ നിന്നും CPMനും ഇടതുമുന്നണിക്കും കരകയറാനായില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് പുറത്തു വന്ന തദ്ദേശ ഫലം. CPMന്റെ ശക്തമായ വോട്ട് ബാങ്കുകൾ BJP പക്ഷത്തേക്ക് ചേക്കേറിയ പ്രവണത അന്ന് കണ്ടിരുന്നു. അത് മറികടക്കുന്നതിനായി പല തന്ത്രങ്ങളും പയറ്റിയെങ്കിലും അവയൊന്നും ഫലം കണ്ടില്ല എന്നതാണ് ഇന്നത്തെ ഫലം നൽകുന്ന സൂചന. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടില്ല എന്നൊറ്റ വാക്കിൽ പറയാം. പാഠം പഠിക്കുമെന്ന് CPM പറയുമ്പോൾ നിങ്ങളെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന ജനതയുടെ ഓർമ്മപ്പെടുത്തൽ മാറുകയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം. വലിയ പ്രതീക്ഷയും വലിയ ആവേശത്തിലുമാണ് UDF ഉള്ളത്. ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് K മുരളീധരൻ ജയ്ഹിന്ദ് TV കോർഡിനേറ്റിംഗ് എഡിറ്റർ ജോയ് നായറുമായി ഇപ്പോൾ ചേരുകയാണ്. നമുക്ക് അതിലേക്ക് പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും ജയമാണ് UDF നേടിയിരിക്കുന്നത്. കേരളത്തിലൊട്ടാകെ UDF തരംഗം തന്നെയാണ് ആഞ്ഞടിച്ചിരിക്കുന്നത്. നമ്മോടൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ K മുരളീധരൻ ചേരുന്നു. കേരളത്തിലൊട്ടാകെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വളരെ മിന്നുന്ന ഒരു ജയം. ഞാൻ പറഞ്ഞതുപോലെ എല്ലായിടത്തും എവിടെ നോക്കിയാലും, കോർപ്പറേഷൻ നോക്കിയാലും, മുനിസിപ്പാലിറ്റി നോക്കിയാലും, ജില്ലാ പഞ്ചായത്ത് നോക്കിയാലും, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം ഗ്രാമപഞ്ചായത്തുകളിൽ 500-ലധികം സീറ്റ്. അതായത് 2010 ശേഷം അതിനേക്കാൾ തിളക്കമുള്ള വിജയമാണ് ഇത്തവണ ഉണ്ടായത്. ഇപ്പോൾ 6 കോർപ്പറേഷനുകളിൽ 4 കോർപ്പറേഷനുകളിൽ വ്യക്തമായി UDFന് മുൻതൂക്കം കിട്ടി. കോർപ്പറേഷൻ രൂപീകരിച്ചതിന് ശേഷം ഒരിക്കലും ജയിക്കാത്ത കൊല്ലം ഇത്തവണ UDF ജയിച്ചു. ജില്ലാ പഞ്ചായത്തുകളിൽ 14-ൽ 7 UDF ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടായി. ഗ്രാമപഞ്ചായത്തുകൾ 2010 ശേഷം ജയിച്ചത് ഇത്തവണയാണ്. മുനിസിപ്പാലിറ്റികൾ മഹാഭൂരിപക്ഷം. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു ഭരണമാറ്റം ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി 6 മാസം കൊണ്ട് മറ്റൊന്നും സംഭവിക്കാനില്ല. ഇപ്പോൾ ഡിസംബർ കഴിയാൻ പോവാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആദ്യ വാരത്തിൽ അസംബ്ലി ഇലക്ഷൻ പ്രഖ്യാപിക്കും. അപ്പോൾ ഒരു UDFന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് നമുക്ക് ഇത്തവണ കാണാൻ കഴിഞ്ഞത്. അതിലിടയ്ക്ക് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടത് തിരുവനന്തപുരത്തെ കാര്യമാണ്. തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്തിൽ നല്ല മുന്നേറ്റം UDF നടത്തി. 12ഓളം സീറ്റ്, 13ഓളം സീറ്റുകൾ UDF ജയിച്ചു. കോർപ്പറേഷനിൽ സംഭവിച്ചത് CPMും അവരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റാണ്. ഞാൻ പറയാൻ കാരണം, CPMന് കഴിഞ്ഞ തവണ 53 സീറ്റ് ഉണ്ടായിരുന്നത് അത് 27 കുറഞ്ഞു. UDFന് കഴിഞ്ഞ തവണ 10 ഉണ്ടായിരുന്നത് ഈ പ്രതികൂല സാഹചര്യത്തിൽ, അതായത് 2 മുന്നണികൾ തമ്മിൽ മത്സരിക്കുന്നതിനിടയിൽ UDF 19 സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 10-19ആയി, BJPക്ക് 35-50ആയി. ഇവിടെ CPMനാണ് പ്രധാനമായിട്ടും തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അതിന് പ്രധാന കാരണം ഇവരും BJP ആയിട്ടുണ്ടാക്കിയ അഡ്ജസ്റ്റ്മെന്റാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കടകംപള്ളി വാർഡ് CPMന്റെ ഒരു കോട്ട, അവിടെ ഇത്തവണ BJP ജയിച്ചു. അത് ജയിക്കാൻ കാരണം ഇന്നലെ വരെ കോർപ്പറേഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ CPMലായിരുന്ന കല എന്ന CPM നേതാവ് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന് അവർ കാൻഡിഡേറ്റായി. അവർ ജയിക്കാതിരിക്കാൻ CPM വോട്ട് മറച്ചു കൊടുത്തു. അങ്ങനെയാണ് അവര് ഒരു ഉദാഹരണം പറഞ്ഞ, പേട്ടയിലെ ദീപകിനെ ജയിപ്പിക്കാൻ BJP സഹായിച്ചു. അതിന് പകരം മറ്റനേകം സീറ്റുകൾ. ഇപ്പം ഞാൻ പറയാം, നിയമവും കഴക്കൂട്ടുമാണ് BJPക്ക് മുൻതൂക്കം ഉണ്ടാക്കിയത്. അവിടെ ഒരു തരംഗമാഞ്ഞു വീശി. ഇപ്പോൾ നേമത്ത് 3 LDF, ഒരു UDFന് വേണ്ടി മുസ്ലിം ലീഗ് പുത്തമ്പള്ളി വാർഡ് ജയിച്ചു. 3 മാത്രമാണ് നേമം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ CPM ജയിക്കുന്നത്. അതേസമയത്ത് കഴക്കൂട്ടത്തും നല്ലൊരു മുന്നേറ്റം, 19 ഏറ്റവും കൂടുതൽ വാർഡുകൾ ഉണ്ടാക്കിയ CPM വാർഡ് മുറിച്ചു വെച്ച കഴക്കൂട്ടത്താണ് വൻ മുന്നേറ്റം BJP നടത്തിയത്. അപ്പോൾ വളരെ വ്യക്തമായി തലസ്ഥാനം, സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ BJPക്ക് ദാനം കൊടുത്തു. ഞാൻ ഒറ്റ വാചകം പറയാം. പക്ഷെ അതിലിടയിൽ UDF പിടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത്,
റിസൾട്ട് മോശമെന്ന് എല്ലാവരും പറയുന്ന തിരുവനന്തപുരത്ത് പോലും UDF മുന്നേറ്റം ഉണ്ടായി. ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് 6-ൽ നിന്നാണ് 13-ലേക്ക് എത്തിയത്. കോർപ്പറേഷൻ 10-ൽ നിന്നാണ് 19-ലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ UDFന്റെ വോട്ടുകൾക്ക് കാര്യമായിട്ട് ക്ഷീണം പറ്റിയിട്ടില്ല. ഞങ്ങളുടെ കുറെ വോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് ഈ നഗരസഭയുടെ ചിത്രം പരിശോധിക്കുമ്പോൾ മൈനോറിറ്റി വോട്ടിൽ ഒരു വിള്ളലുണ്ടായിട്ടുണ്ട്, തൃശ്ശൂർ സംഭവിച്ച പോലെ. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളിൽ ഡിവിഷൻ വന്നു UDFനും LDFനുമായിട്ട്. അതും BJPക്ക് അനുകൂലമായിട്ടുണ്ട്. എങ്കിലും നല്ല രീതിയിൽ മുന്നേറാൻ, അതേസമയത്ത് ക്രൈസ്തവ മേഖലകളിലൊക്കെ UDFന് നല്ല മുൻതൂക്കം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ തിരുവനന്തപുരത്തെ പാളിച്ച ഞങ്ങൾ പരിശോധിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കും. അത് അടുത്ത അസംബ്ലിയിൽ അത് കവർ ചെയ്യാനുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. തലസ്ഥാനത്ത് തന്നെ ഞാനുണ്ടാവും. UDFന്റെ തിരിച്ചുവരവിന് തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് തന്നെ നേതൃത്വം നൽകും. തീർച്ചയായും. ഇപ്പോൾ ഈ പറഞ്ഞു വന്നത് ഒരു CPM BJP അന്തർധാരയെ കുറിച്ചാണ്. നമുക്ക് PMC അടക്കമുള്ള അതാണ് PMC ഒപ്പുവെച്ചു ശിവൻകുട്ടി. അപ്പോ ഇവര് തൊട്ടുകൂടാത്തവരല്ലാതെ ഫീലിംഗ് CPM പ്രവർത്തകർ. അത് വലിയൊരു ചേഞ്ചാണ്. അത് ഏറ്റവും ബാധിച്ച തിരുവനന്തപുരം നഗരത്തിനെ. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അന്തർധാര ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തീർച്ചയായും ഉണ്ടാക്കും. പക്ഷേ ഇവിടെ പൊളിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ CPMന്റെ പ്രവർത്തകർ വിജിലന്റ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർ വിജിലന്റ് ആയില്ലെങ്കിലും UDFന് ഏതായാലും സമ്പൂർണ്ണ ആധിപത്യം അടുത്ത നിയമസഭയിൽ ഉണ്ടാവും. തീർച്ചയായും. ഈ UDF ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, ഉയർത്തിയ പ്രചരണത്തിന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച വിഷയങ്ങൾ, അതെല്ലാം ഫലം കണ്ടു. എല്ലാ ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചിട്ടുണ്ട്. അത് ഈ ശബരിമല വിഷയം അടക്കമുള്ള ശബരിമല വിഷയം, അഴിമതി, സ്വജനപക്ഷപാതം, ഇതെല്ലാം CPM BJP അന്തർധാര, ഇതെല്ലാം ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എം ഗോവിന്ദൻ ഇന്നും പറയുന്നത് ഇത് അവിടെ ഇത്രയധികം പരാജയം ഉണ്ടാക്കാൻ UDF BJP കൂട്ടുകെട്ടെന്നുള്ള വീണ്ടും അത് ഇനി ചെലവാവില്ല. കാരണം ഞാൻ തിരുവനന്തപുരത്തിന്റെ എക്സാമ്പിൾ വെച്ച് ഞാൻ ചോദിക്കാം. ഞങ്ങൾ സീറ്റ് കൂടി അവരുടെ കുറഞ്ഞു. അപ്പൊ എങ്ങനെ അന്തർധാര വരുന്നത്? അതേപോലെ അന്തർധാര അപ്പൊ അത് വളരെ ക്ലിയർ ആണ്. ഞാൻ സീറ്റുകളുടെ ജില്ലകളുടെ എണ്ണം വെച്ച് നമുക്ക് തെളിയിക്കാൻ കഴിയും. ഇപ്പൊ തന്നെ കേരളത്തിൽ കഴിഞ്ഞ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇത്രയും കുറെ മുന്നേറ്റം BJPക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ മൊത്തം 500 സീറ്റുകളിലായിട്ട് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് 50 സീറ്റിൽ അവർക്ക് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഇത് അന്തർധാരയുടെ മറ്റൊരു ഉദാഹരണമാണ്. തീർച്ചയായും. ഈ മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ പറ്റി അതൊക്കെ പഠിച്ച് എല്ലാം പരിഹരിച്ച് വളരെ സർവ്വസജ്ജരായി വരുമെന്ന്. അതിന് സജ്ജരായിട്ട് വരുമ്പോഴേക്കും അസംബ്ലി ഇലക്ഷൻ കഴിയും. അപ്പോൾ ഇപ്പോൾ വളരെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ നല്ല മുന്നൊരുക്കങ്ങൾ നടത്തി വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അത്തരം കാര്യങ്ങളിലൂടെ പോയി. ഇനി ഇതൊരു ഉദാഹരണമായി സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇനി ഉടൻ തന്നെ അടുത്ത അസംബ്ലിയുടെ തയ്യാറെടുപ്പുകൾ UDF ആരംഭിക്കും. ഓക്കെ. ഈ കൊല്ലം കോർപ്പറേഷൻ ഇതുവരെ ഒരു കോർപ്പറേഷൻ രൂപീകരിച്ച ശേഷം UDF അവിടെ ഇത്തവണ ഒരു മാറ്റം വരാനുള്ള ഒരു സാഹചര്യം. അതിന്റെ കാരണം അവിടെയൊക്കെ ഒരു മെച്ചം നമുക്ക് കിട്ടിയത് LDF വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായിട്ട് UDFിലേക്ക് പോകും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അത് കുറെ BJP ഉണ്ട്. അതാണ് ഈ രണ്ട് കോർപ്പറേഷനിലെ വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നത്. അവിടെ പൂർണ്ണമായിട്ടും LDF ഭരണത്തിന്റെ, കാരണം ഇത്രയും വർഷം ഭരിച്ച് 25 വർഷം ഭരിച്ച് മുടിച്ച കോർപ്പറേഷൻ അതിന് ബദലായിട്ട് കോൺഗ്രസിനെ കണ്ടു, കോൺഗ്രസിനെ അവർ വോട്ട് ചെയ്തു. തീർച്ചയായും. അപ്പോൾ ഒരു ഭരണമാറ്റത്തിന് തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിന്റെ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. പക്ഷെ ഒരു കാര്യം നമ്മൾ വിജിലന്റ് ആയിരിക്കേണ്ടത്, ഒരു ഓവർ കോൺഫിഡൻസ് ഒരിക്കലും നമ്മളെ പുറകോട്ടടിക്കരുത്. ഉദാഹരണം 2010 തൂത്തുവാരി ജയിച്ചു കോർപ്പറേഷനും ലോക്കൽ ബോഡി. പക്ഷെ അസംബ്ലി വന്നപ്പോൾ ബ്രിമ്മലായിപ്പോയി. അത് ശ്രദ്ധിക്കണം എന്നാണ് എല്ലാ പ്രവർത്തകരോടും പറയാനുള്ളത്. ഈ വരുന്ന ദിവസങ്ങൾ ഇനി മുന്നൊരുക്കങ്ങളും തെരഞ്ഞെടുപ്പ്, സീറ്റ് വരുന്ന ചർച്ചകൾ, അങ്ങനെയായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മുന്നോട്ട് പോകാം. എന്തായാലും വളരെയധികം നന്ദി. മികച്ച വിജയം തന്നെയാണ് ഈ സമയത്ത് UDF നേടിയിരിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും അതാണ് വളരെ കൃത്യമായി തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവനന്തപുരത്തിന്റെ തുടക്കം മുതൽക്ക് തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും UDFനെ കളത്തിലേക്ക് എത്തിച്ച കെ മുരളീധരനാണ് ഇപ്പോൾ ജയ്ഹിന്ദ് ന്യൂസിനോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് പോലെ ജനം മാറ്റം ആഗ്രഹിക്കുന്നു, ഒരു വലിയ മാറ്റത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ വിലയിരുത്തലുകളിലേക്ക് പോകേണ്ടതുണ്ട്. കോൺഗ്രസ് പ്രതിനിധി ശ്രീ A. ഷുക്കൂറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഒപ്പം തന്നെ LDF പ്രതിനിധി ശ്രീ ആയുർ ബിജു, BJP പ്രതിനിധി
ശ്രീ ബിജു നായർ, രാഷ്ട്രീയ നിരീക്ഷകൻ AK സാദിഖ് എന്നിവരാണ് നമ്മുടെ ഇന്ന് ഈ മണിക്കൂറുകളിൽ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ആയൂർ ബിജു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമൊക്കെ കണ്ട കേരളത്തിൽ ഇന്നിതാ ഫലം വന്നിരിക്കുന്നു. ജനം കൃത്യമായി വിധിയെഴുത്ത് നടത്തിയിരിക്കുന്നു. എന്താണ് ആദ്യഘട്ടത്തിൽ അങ്ങേക്ക് ഈ ഫലപ്രഖ്യാപനം എല്ലാം വന്നപ്പോഴുള്ള ആദ്യഘട്ട പ്രതികരണം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. ജില്ലാ പഞ്ചായത്തുകളിൽ 7 ജില്ലാ പഞ്ചായത്തുകൾ, 14 7 ജില്ലാ പഞ്ചായത്തുകളിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും ഞങ്ങൾ മികവാർന്ന വിജയം കൈവരിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്. സാങ്കേതികമായി ചില വാർഡുകളിൽ അല്ലെങ്കിൽ ചില മേഖലകളിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഉണ്ടായ വിഷയങ്ങൾ എന്താണെന്ന് പരിഹരിക്കും അല്ലെങ്കിൽ അത് പഠിക്കും എന്ന് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരൊക്കെയും സൂചിപ്പിച്ചിട്ടുണ്ട്. ജനഹൃദയങ്ങൾ ഇന്നും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് വന്നിരിക്കുന്ന ഈ ഫലം. ചില മേഖലകളിൽ BJP NDA സഖ്യം അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ വോട്ടുകൾ എവിടെ നിന്ന് പോയി, ഏത് സാഹചര്യത്തിൽ ആരിൽ നിന്ന് പോയി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് നമുക്കറിയാം സുരേഷ് ഗോപി ജയിച്ചപ്പോൾ അവിടുന്ന് പോയ വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതല്ല. അങ്ങനെ വോട്ടുകളെക്കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ പൂർണ്ണ വിവരത്തിലേക്ക് വരാനായിട്ട് സാധിക്കൂ. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ 50 വാർഡുകളിൽ BJP ജയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 27-28 വാർഡുകളിൽ ജയിച്ചു. അപ്പോഴും മുൻനിരയിലെത്തുവാൻ വലത് രാഷ്ട്രീയത്തിന് സാധ്യമായില്ല എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന വോട്ടുകൾ അത് വലതുപക്ഷത്തേക്ക് പോകാതെ മറ്റൊരു ജാതി രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന വസ്തുത. അതിനെ തടയാനുള്ള സംവിധാനങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. വേണ്ടി വന്നാൽ ഒരു പ്രത്യേക സാഹചര്യമുണ്ടായാൽ ഇന്ത്യ മുന്നണിക്ക് രൂപം നൽകിയ രാജ്യമാണ് ഇന്ത്യ. അതിന് സമാനമായ ഒരു നിലയിലേക്ക് പോകേണ്ടി വന്നാൽ പോലും അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടുനിൽക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശരി, തീർച്ചയായിട്ടും അങ്ങയിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി ശ്രീ A ഷുക്കൂർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ A ഷുക്കൂർ, ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. കാരണം ജനം പൂർണ്ണമായിട്ടും UDFനെ അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇന്ന് പുറത്തു വന്ന ഫലം. എന്തായാലും ആദ്യഘട്ടത്തിൽ അങ്ങയോട് ചോദിക്കാനുള്ളത്, ഈ നേരത്തെ തന്നെ പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ജനം മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജനം അതേപടി അത് സ്വീകരിച്ചു എന്നതിൻ്റെ ഏറ്റവും നല്ല സൂചനയായിട്ട് തന്നെയാണോ UDF ഇതിനെ നോക്കിക്കാണുന്നത്, ഈ ഫലത്തെ? യാതൊരു സംശയം വേണ്ട. സംസ്ഥാന ഗവൺമെന്റ് എന്താണോ ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് അത് പൂർണ്ണമായി നിരാകരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് വിധിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം UDFന് ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എന്തെല്ലാം വാരിക്കോരി കൊടുത്തു, എന്തെല്ലാം 2000 രൂപ, പിന്നെ 1600 രൂപ, പിന്നെ 1000 രൂപ വനിതകൾക്ക് എന്നെല്ലാം പ്രഖ്യാപിച്ച് കൊടുത്ത് ആവശ്യം പോലെ കൊടുത്ത് ഈ കൈനിറയെ പണവുമായി പോകുന്ന ദരിദ്രരില്ലാത്ത കേരളം, അതീവ ദരിദ്രരില്ലാത്ത കേരളം എന്ന് പറഞ്ഞു പോയ CPMന് കിട്ടിയ അടിയല്ലേ LDFന് കിട്ടിയ കടുത്ത മാരകമായ പ്രഹരമല്ലേ ഈ തെരഞ്ഞെടുപ്പ്? നിങ്ങൾ ഇവിടെ വന്നിരുന്ന LDFന്റെ പ്രതിനിധി എന്താണ് അദ്ദേഹത്തിന് ബോധ്യമാകുന്നില്ലേ? 941 പഞ്ചായത്തുകളിൽ 500-ൽ പരം പഞ്ചായത്തുകൾ UDF പിടിക്കുക. 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 79 UDF പിടിക്കുക. ജില്ലാ പഞ്ചായത്ത് 14-ൽ 7 എണ്ണവും UDFന്റെ കയ്യിലാണ്. 86 മുനിസിപ്പാലിറ്റികളിൽ 54 UDFന്റെ കൈകളിലാണ്. കോർപ്പറേഷൻ 5 ഭരിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ പോയി അവസാനം 4 UDF ഭരിക്കുന്നു, 1 BJPക്ക് പോകുന്നു. BJPക്ക് പോകുന്ന സ്ഥലത്ത് LDF അല്ലേ ഭരിച്ചിരുന്നത്?
ഇത് ഒരു ചെറുപ്പക്കാരിയായി ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഭരിച്ചു. ആ മേയറുടെ പ്രവർത്തനത്തിന്റെ ഫലം കൂടിയല്ലേ അവിടെ അവർക്ക് ആ രൂപത്തിലേക്ക് വന്നത്. അവിടെ ഞങ്ങൾ ഇരട്ടിയിലധികം കൂടുതൽ. അപ്പോൾ ഇത് രൂപത്തിലാണ് ഇതിനെ വിലയിരുത്തുന്നത്. അപ്പോ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടത് പ്രതിനിധിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർ ഇപ്പോഴും ചില ന്യായീകരണം പറയുകയാണ്. LDF-ന്റെ ക്യാപ്സ്യൂൾ കൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് വിജയം ഉജ്ജ്വലമായ വിജയമാണ് UDF-ന്. UDF-ന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു വിജയം ഉണ്ടായിട്ടില്ല. എന്താണ് അതിന്റെ കാരണം? മുഴുവൻ ഭരണവിരുദ്ധ വികാരമാണ് ഈ കത്തി. അവരുടെ മനസ്സിൽ അതിശക്തമായ രൂക്ഷം ഈ ഗവൺമെന്റിനെതിരെ ഉണ്ട്. 10 വർഷക്കാലം ദുരിതം, അതായത് ജനദ്രോഹം, അതായത് ജനവിരുദ്ധ പ്രവർത്തനം, അതല്ലേ. പിന്നെ അഴിമതി, ഇതുപോലെ അഴിമതി ഉണ്ടായ ഒരു കാലഘട്ടം 957 ശേഷം ഉണ്ടായിട്ടുണ്ടോ? ഈ എന്താ പറയുക, ശ്രീ അയ്യപ്പന്റെ ആ സന്നിധാനത്ത് ഇങ്ങനെ ഒരു കൊള്ള നടന്ന കാലഘട്ടമുണ്ടോ? ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക്, ഏത് മതവിശ്വാസിയുമാകട്ടെ, അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ വലുതാണ്. അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന്റെ ഫലം വേറൊന്നുകൂടി ഉണ്ടായി. കുറച്ചോട്ട് CPM-ൽ നിന്ന് BJP-യിലേക്ക് അങ്ങനെ പോയിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ആ തരത്തിലേക്ക് ഈ കാര്യങ്ങളെ കാണാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇവർ ഈ ഉടന്മാരുടെ സ്വർഗത്തിലാണ്, എന്ന് പറഞ്ഞാൽ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ഇപ്പോഴും. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞങ്ങൾ ആരും തിരുത്താൻ പോകുന്നില്ല. പക്ഷെ ജനങ്ങളോട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഇപ്പോഴുണ്ടായതുൾപ്പെടെ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ ഓരോന്നും ഇനിയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ പോകും. വളരെ വിനയപുരസ്സരം ജനങ്ങൾ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. ആ വിനയപുരസ്സരം അത് സ്വീകരിക്കുന്നു. അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. UDF-ന്റെ ഉജ്ജ്വലമായ മുന്നേറ്റം ഇനിയും ഉണ്ടാവും. അതിന് ആ തരത്തിൽ ഞങ്ങൾ ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ ജനങ്ങളുടെ ജനപിന്തുണയെ കണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കും. ഒരു സംശയം വേണ്ട. ശരി, വളരെയധികം നന്ദി. അങ്ങ് ദയവ് ചെയ്ത് തുടരുക. ഇപ്പോൾ BJP പ്രതിനിധി ബിജു നായർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ബിജു നായർ, എന്തായാലും BJP മികച്ച നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷനിലടക്കം 50 സീറ്റാണ് നേടിയിട്ടുള്ളത്. മറ്റ് പലയിടത്തും BJP എന്തായാലും നേരത്തെ ഉള്ളതിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുമുണ്ട്. എന്താണ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി അങ്ങേക്ക് പറയാനുള്ളത്? പ്രാഥമികമായി എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയമാണ്. ഇപ്പോൾ തന്നെ ഇതുവരെ ഞാൻ മറ്റു പാർട്ടികളിൽ നിന്നുള്ള അവലോകനങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ, ഇപ്പോൾ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവായ മുരളീധരൻ അദ്ദേഹം പറയുന്നത് UDF ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, അവർ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു, അങ്ങനെ അവർക്ക് 9 സീറ്റ് കൂടുതൽ കിട്ടി എന്ന് അവർ പറയുമ്പോൾ അത് അവരുടെ പ്രവർത്തന മികവായിട്ട് അവർ അത് കാഴ്ചവെക്കുകയാണ്. പക്ഷേ 35-ൽ നിന്നും 50 എത്തിയത് എന്തോ ഡീല് കാരണം ആണ് എന്നൊക്കെ ഇവിടെ പറയുകയുണ്ടായി. അപ്പം അങ്ങനെ പറയുമ്പോൾ അത് ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലല്ലേ വരുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ എടുത്തു പറയുവാനുള്ളത്. കാരണം കഴിഞ്ഞ 6-7 മാസങ്ങളായി നമ്മുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റിൻ്റെ കീഴിൽ വളരെ ചിട്ടയായ പ്രവർത്തനം, ഏതാണ്ട് 18,000 വാർഡുകളിൽ നമ്മൾ വാർഡ് കമ്മിറ്റി രൂപീകരിച്ച് വികസിത കേരളത്തിന് വേണ്ടി ആ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത്. അതും 2 തവണയാണ് ദേശീയ നേതാക്കളടക്കം അമിത്ഷാജി അടക്കം നമ്മുടെ പ്രവർത്തകരുമായിട്ട് നേരിട്ട് സംവദിച്ചുകൊണ്ട് അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് വളരെ ചിട്ടയായ പ്രവർത്തനം നമ്മുടെ ഒരു വികസിത കേരള മുന്നേറ്റത്തിന് വേണ്ടി ഉണ്ടായി എന്നുള്ളിടത്താണ് ഈ ഒരു വിജയം നമ്മൾ വളരെ വ്യക്തമായി മാർക്ക് ചെയ്യേണ്ടത്. കാരണം ഇത് നമുക്ക് ഒരു സെമി ഫൈനൽ ആയിരുന്നു എന്നറിയാം. ആ സെമി ഫൈനലിൽ ഇന്ന് തോറ്റ് പുറത്തായിരിക്കുന്നത് LDF ആണ്. ഇനി അങ്ങോട്ട് വരുന്ന ഫൈനലിൽ UDF-ഉം NDA-യും തമ്മിലുള്ള നേർക്ക് ഉള്ള മത്സരമായിരിക്കും. അപ്പോൾ അവിടെയാണ് വലിയൊരു ഓഡിറ്റിങ്ങിനാണ് ഇനി UDF വിധേയമാകുവാൻ പോകുന്നത്. കാരണം ഇന്ന് കേരളത്തിൽ എത്രത്തോളം നമ്മൾ ജനവിരുദ്ധ
നയങ്ങൾ, അത് കാരണമുള്ള ഭരണവിരുദ്ധ വികാരം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വലിയൊരു പങ്ക് യു ഡി എഫിനും പറയുവാനുണ്ട്. കാരണം ഇത്രയും കാലം വെറും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക്, യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒരു പരമപരാജയമായിരുന്നത് കൊണ്ട് മാത്രമാണ് എൽ ഡി എഫിനൊരു തുടർ ഭരണം കിട്ടിയത് പോലും. കാരണം ആദ്യത്തെ 5 വർഷം അവർ വളരെ നല്ല രീതിയിൽ ഭരിച്ചത് കൊണ്ടല്ല അവർക്ക് തുടർ ഭരണം കിട്ടിയത്, അത് യു ഡി എഫിൻ്റെ ഒരു പരാജയം മാത്രമായിരുന്നു എന്നുള്ളിടത്താണ് ഇനിയങ്ങോട്ട് വരാൻ പോകുന്ന 4-5 മാസങ്ങൾ വലിയൊരു പരീക്ഷണം തന്നെയായിരിക്കും യു ഡി എഫിന്. കാരണം എൻ ഡി എ അണികൾ ഇന്ന് വളരെ ആവേശോജ്വലരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ പ്രവർത്തിക്കുന്നതിൻ്റെ ആ ഒരു ദിശാബോധം ജനങ്ങൾ ഇന്ന് അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും വ്യക്തമായി വായിച്ചെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടത്. കാരണം വോട്ട് ശതമാനം കൂടിയിട്ടുണ്ട്, നമുക്ക് ഭരണത്തിൽ എത്തുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥികൾ തന്നെ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രൊഫൈലുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉള്ള പല മേഖലകളിൽ നിന്ന് കടന്നു വന്ന, അതുപോലെ നമ്മുടെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ തഴക്കവും പഴക്കവും വന്ന ഒരുപാട് നേതാക്കൾ, അങ്ങനെ ഒരു വളരെ ഊർജ്ജസ്വലരായ ഒരു ടീമിനെയാണ് വികസിത കേരളത്തിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖർജിക്ക് അണിനിരത്തുവാൻ സാധിച്ചത്. മാത്രമല്ല ഇനി കഴിഞ്ഞ ഒരു പ്രകടനങ്ങൾ മാറി നിൽക്കട്ടെ, അടുത്ത 45 ദിവസത്തിനകം വികസനത്തിൻ്റെ ഒരു രൂപരേഖ, തിരുവനന്തപുരം നഗരം ഇനി എങ്ങോട്ടാണ് പോകുവാൻ പോകുന്നത് എന്നുള്ള ആ ഒരു നയരേഖ നമുക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്നത് മോദിജി ആയിരിക്കും. അതിൻ്റെ പേരിൽ ഈ ഒരു 4-5 മാസത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ ഇത് കേരളം മുഴുവൻ അലയടിക്കുവാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇതെന്ന് വളരെ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞു വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീൽ എന്ന് പറയുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, ശരിയാണ്, ഇന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവർ പണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്തവരല്ല. അവർ ചിലപ്പോൾ എൽ ഡി എഫിന് വോട്ട് ചെയ്തവരായിരിക്കും, ചിലപ്പോൾ യു ഡി എഫിന് വോട്ട് ചെയ്തവരായിരിക്കാം. അവരെ ഡീൽ ആയിട്ട് നമുക്കിവിടെ നേടിയെടുക്കുന്നത് നമ്മുടെ നേതാക്കളാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തന പദ്ധതികളാണ്. ആ ഡീൽ ജനങ്ങളും ബി ജെ പിയുടെ നേതാക്കളുമായിട്ടാണ്, എൻ ഡി എയുടെ നേതാക്കളുമായിട്ടാണ് ആ ഡീൽ. ജനങ്ങൾ ഇന്ന് എൻ ഡി എയിൽ വിശ്വസിക്കുന്നു. കേരളം ആവശ്യപ്പെടുന്ന ഒരു ചേഞ്ച്, ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് ജനങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇന്ന് എൻ ഡി എ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആ ഒരു ജയം തുടർന്നു കൊണ്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് എനിക്കിവിടെ ആമുഖമായി പറഞ്ഞു വയ്ക്കാനുള്ളത്. ശരി, അതാണ് ബി ജെ പിക്ക് പറയാനുള്ളത്. ശ്രീ എ കെ സാദിഖ്, അങ്ങ് 3 പാർട്ടികളുടെയും അല്ലെങ്കിൽ 3 മുന്നണികളുടെയും ആ ഒരു നിരീക്ഷണവും അല്ലെങ്കിൽ വിലയിരുത്തലും അങ്ങ് കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇന്നത്തെ ഫലം നമ്മൾ ആകെ പരിശോധിക്കുമ്പോൾ എന്തായാലും ഒറ്റ കാര്യം ഉറപ്പാണ്, ഒരു വലിയ തരംഗം, യു ഡി എഫ് തരംഗം ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് പഞ്ചായത്ത് തലം മുതൽക്ക് തന്നെ, ജില്ലാ പഞ്ചായത്ത് ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും നഗരസഭയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ വലിയൊരു മുന്നേറ്റം കാണുകയാണ്. സാധാരണഗതിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മളെപ്പോഴും പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗാണ് സെമി ഫൈനൽ. പക്ഷേ ഇത് അതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ കടന്നു. അതായത് എല്ലാ ആവേശവും വീറും ഉണ്ടായിരുന്നു. മാത്രവുമല്ല ജനം കൃത്യമായി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക് എത്തി എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം. മറ്റൊന്ന് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രാദേശിക വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കും എന്നൊക്കെയാണ് പൊതുവെ വിലയിരുത്തപ്പെടാറുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ജനം എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാം ചിന്തിച്ചുകൊണ്ട് ആണോ ഇത്തവണ വോട്ട് ചെയ്തത് എന്ന് വേണോ വിലയിരുത്താൻ ഫലം വരുമ്പോൾ? തീർച്ചയായിട്ടും പ്രാദേശിക തലത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് ദൈനംദിന ജീവിതത്തിൽ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെയുള്ള എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങൾ വോട്ടിൽ പ്രതിഫലിക്കുന്നത് തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. 1995 കേരളത്തിൽ ആദ്യത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം 7ാമത്തെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിൽ 2010 തെരഞ്ഞെടുപ്പിലാണ് 60% സീറ്റുകൾ എല്ലാ മേഖലകളിലും അന്ന് യു ഡി എഫിനും കോൺഗ്രസിനും കിട്ടിയത്. അതിനേക്കാൾ തിളക്കമാർന്ന ഒരു വിജയമാണ് ഇപ്പോൾ യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത്. ഇതിനെ യു ഡി എഫ് തരംഗമെന്നോ, യു ഡി എഫ് തൂക്കിയെന്നോ, യു ഡി എഫ് തൂത്തുവാരിയെന്നോ, എൽ ഡി എഫിൻ്റെ അടിവേര് ഇളകിയെന്നോ, അതേപോലെ ഞെട്ടിക്കൽ തോൽവിയെന്നോ എങ്ങനെ വിശേഷിപ്പിച്ചാലും അധികമാകില്ല. ഇവിടെ മറ്റൊരു കാര്യം, അത് ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ
LDF ഒക്കെ വലിയ വായിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവമുണ്ട്, കേരയിൽ വരും കേട്ടോ, കേരയിൽ വന്നില്ല. മെസ്സി വരും കേട്ടോ, മെസ്സിയും വന്നില്ല. ഈ പണ്ടൊരു പാഠം നമ്മൾ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്, പുലി വരുന്നേ എന്ന് 2 തവണ വിളിക്കും, 3ാമത്തെ തവണ പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. ഇപ്പോൾ അവർ പറഞ്ഞു LDF വരും, ആരും വിശ്വസിച്ചില്ല. LDF വരണ്ട എന്നങ്ങ് തീരുമാനിച്ചു. അതാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ ജനങ്ങൾ കൊടുത്ത മറുപടി എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. പിന്നീട് ഇവിടെ 3 മുന്നണികളാണ് മത്സരിച്ചത്. സ്വാഭാവികമായും 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങളാണ് എല്ലാ മത്സരങ്ങളിലും വരുന്നത്. ഇവിടെ 1ാം സ്ഥാനത്ത്, അതും വലിയ ഡിഫറൻസിൽ, UDF 1ാം സ്ഥാനത്ത് തന്നെയുണ്ട്. 2ാം സ്ഥാനത്ത് LDF തന്നെയാണ് ഇപ്പോഴും. 3ാം സ്ഥാനത്ത് തന്നെയാണ് BJP അല്ലെങ്കിൽ NDA ഇപ്പോൾ. പക്ഷേ ഇവിടെ ഈ ചിലരുടെ ദയനീയ പരാജയം BJPയുടെ കുറച്ചുകൂടിയുള്ള ഒരു മെച്ചപ്പെടുത്തലിൻ്റെ രീതിക്ക് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും BJP 2ാം സ്ഥാനത്തെത്തി എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും പലരിലും വരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇവിടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഒരു പുതിയ കോർപ്പറേഷൻ BJP അധികമായി പിടിച്ചു, ശരിയാണ്. അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും അക്കൗണ്ട് തുറക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അല്ല, അത് വിട്ടേരെ. കാരണം ഇപ്പം 51 ഇപ്പം 100 നടന്നോളൂ. വിഴിഞ്ഞം തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചിരിക്കുകയല്ലേ. നമ്മൾ ഈ ആരെങ്കിലും ജയിച്ചാൽ അവരുടെ ജയത്തിനെ ഒന്ന് അംഗീകരിച്ചു കൊടുക്കുക. അല്ല, അത് വിട്ടോ, അത് അങ്ങയുടെ ഊഴം വരുമ്പോൾ അങ്ങ് പറഞ്ഞോ. എന്തായാലും ഏറ്റവും വലിയ ഒറ്റ കക്ഷി അവർ തന്നെയാണല്ലോ, അതങ്ങ് സമ്മതിച്ചു കൊടുത്തൂടെ. ഈ തോറ്റാലെങ്കിലും തോറ്റവർ സമ്മതിച്ചാലും ന്യായീകരിക്കുന്നവർ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. എന്തായാലും 50 സീറ്റുണ്ട്, അവർ 1ാം സ്ഥാനത്താണ്. അപ്പോൾ ഒരു കോർപ്പറേഷനിൽ മുന്നേറ്റം അല്ലെങ്കിൽ ജയം അങ്ങയുടെ വാദത്തിന് വിട്ടു തന്നിരിക്കുന്നു. മുനിസിപ്പാലിറ്റിയിൽ 2 സീറ്റ്, 2 മുനിസിപ്പാലിറ്റി പണ്ടുണ്ടായിരുന്നു, അതിപ്പോൾ നിലനിർത്തി. ഗ്രാമപഞ്ചായത്ത് 12 എണ്ണം ഉണ്ടായിരുന്നു, അതിപ്പോൾ 26ആയി. ഈ ഒരു വ്യത്യാസം മാത്രമാണ് BJPക്ക് ഇക്കാര്യത്തിൽ നേടാൻ കഴിഞ്ഞത്. അതിനെ കുറച്ച് ഞാൻ കാണുന്നില്ല. അത് BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതൊരു വലിയ വിജയം തന്നെയാണ്. ഇപ്പോൾ അതിനെ മറ്റൊരാങ്കിളിലൂടെ നമ്മൾ നോക്കിയാൽ, ആദ്യം നേമത്ത് ഒരു MLA ജയിച്ചിരുന്നു, അത് പിന്നീട് അക്കൗണ്ട് ക്ലോസ് ആയിപ്പോയി. അത് അക്കൗണ്ട് ക്ലോസ് ആക്കിയത് കോൺഗ്രസിൻ്റെ ശ്രീ K. മുരളീധരനാണെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോയത് മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണെന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നീട് അവർക്കൊരു MBA തൃശ്ശൂരിൽ കിട്ടി എന്ന് പറയുന്നതിലും നല്ലത് സൗകര്യപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്ന ആ അർത്ഥത്തിലും വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു കോർപ്പറേഷനും കിട്ടി. അങ്ങനെ ഓരോ മേഖലകളിലും അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളതാണ് BJPക്ക് ഇക്കാര്യത്തിൽ വളർച്ചയുണ്ട് എന്ന് നമ്മൾക്ക് അംഗീകരിക്കാനും നമ്മൾക്ക് പറയുവാനും കഴിയുന്നത്. ഇവിടെ നോക്കൂ, എല്ലാ മേഖലകളിലും ഈ ഗ്രാമപഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെ തൂത്തുവാരുകയല്ലേ UDF ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിജയം ഉണ്ടായത് എന്ന് ആലോചിച്ച് നോക്കുക. ഈ ഗവൺമെൻറ്റിൻ്റെ 2ാം ഭരണം, തുടർ ഭരണം 2021 വന്നതിന് ശേഷമുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും അണികളുടെയും ഘടകകക്ഷികളുടെയും ഒക്കെ പെരുമാറ്റം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ധാർഷ്ട്യം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതുക്കും മേലെയുള്ള രീതിയിലാണ്. അപ്പോൾ അത് ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്തില്ല. മറ്റൊന്ന്, 2ാം ഭരണം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കിനി കേരളം പതിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ള നിലയിൽ ഒരാനുകൂല്യങ്ങളും കൊടുക്കാതെ ജനങ്ങളെ എല്ലാ തലത്തിലും ബുദ്ധിമുട്ടിച്ചിട്ട് തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ഈ നക്കാപ്പിച്ച എന്നുള്ള വാക്ക് ഉപയോഗിക്കാമോ എന്നെനിക്കറിയില്ല, അത്തരത്തിലുള്ള ചില ചെറിയ ആനുകൂല്യങ്ങൾ ഇട്ടുകൊടുത്തു. ആ ഇട്ടുകൊടുത്തിട്ട് തന്നെ നോക്കുക, ഇവിടെ സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി. പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് അതിൻ്റെ ഫോറം കൊടുക്കാനൊക്കില്ല. LDFും CPMും അതിൻ്റെ ഫോറം വ്യാജമായി അച്ചടിച്ച് വീടുകളിൽ കൊണ്ടുകൊടുത്ത് സ്ത്രീകളുടെ അടുക്ക് ഇത് ഒപ്പിട്ട് കിട്ടിയാലേ നിങ്ങൾക്ക് 1000 രൂപ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ടി വന്നു. ക്ഷേമ പെൻഷൻ 20-ാം തീയതി കഴിഞ്ഞാണ് കൊടുക്കേണ്ടത്.
ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് 6-ാം തീയതി കൊടുക്കാനായിട്ട് ധനമന്ത്രി ഉത്തരവിറക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെവിക്ക് പിടിച്ചു. നോക്കൂ, എല്ലാ മാസവും എത്രയോ വർഷങ്ങൾ കൊണ്ട് 20-ാം തീയതി കൊടുക്കുന്നത് 9-ാം തീയതി തെരഞ്ഞെടുപ്പായതുകൊണ്ട് 6-ാം തീയതി കൊടുക്കാനൊക്കെയുള്ള അധികാര ദുർവിനിയോഗം. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് വേറെ ഒരുപാട് സഹായം ഈ മുന്നണിക്ക് കിട്ടിയിട്ടുണ്ട്. വോട്ട് ഇരട്ടിപ്പുകൾ, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് പോലും ജനങ്ങൾക്കൊരു കാര്യം ബോധ്യം വന്നു, നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആനുകൂല്യങ്ങൾ ഇപ്പോൾ തരുന്നത്. 4.5 വർഷം ഒരു പൈസ ഈ സാമൂഹ്യ പെൻഷൻ വർദ്ധിപ്പിക്കാതെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ മാസം 400 രൂപ അധികമായി വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് എല്ലാ മേഖലകളിലുള്ളവർക്കും ഇത് കബളിപ്പിക്കലാണ്, ഇത് പണ്ടത്തെ പോലെയാണെന്നൊരു തോന്നൽ വന്നു. അതുകൊണ്ടാണ് അവരെല്ലാ പേരും അതിനെ ഇപ്പം അത് ന്യായീകരിക്കാൻ ഇന്നിപ്പോൾ ശ്രീ എം എം മണിയുടെ ഒരു വാചകം പോരെ, അദ്ദേഹം പറഞ്ഞ വാചകം CPM-ൻ്റെ മൊത്തത്തിലുള്ള വാചകം തന്നെയാണ്. ഞങ്ങൾ തന്ന ആനുകൂല്യങ്ങൾ വന്ന് വയറുമുട്ടെ ശാപ്പാടടിച്ചിട്ട് ഞങ്ങൾക്ക് പണി തന്നു. ചായ വാങ്ങി തന്നാൽ നന്ദി വേണം. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോട് തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടപ്പോൾ പറയുന്ന വാചകങ്ങളാണ്. അത് തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അത് CPM-ൻ്റെ LDF-ൻ്റെ പ്രഖ്യാപിത നിലപാടാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയമായി CPM-നെ ബാധിച്ചത്. ശരി, ജനങ്ങളിലേക്ക് വരാം. ശ്രീ എ. ഷുക്കൂർ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരവധി വിഷയങ്ങൾ UDF ജനങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നുണ്ട്. അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയാണെങ്കിലും ഈ കഴിഞ്ഞ 9.5 വർഷത്തെ LDF-ൻ്റെ ദുർഭരണം, അതായത് നമുക്ക് അക്കമിട്ട് നിരത്താം ഓരോ വകുപ്പിൻ്റെയും ബുദ്ധിമുട്ടുകൾ. ആരോഗ്യ വകുപ്പാണെങ്കിലും ആഭ്യന്തര വകുപ്പാണെങ്കിലും മറ്റ് ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന അനാസ്ഥകൾ, വിലക്കയറ്റം, അങ്ങനെ നമുക്ക് നിരവധി വിഷയങ്ങളുണ്ട്. ഇത്തവണ ഏറ്റവും ഒടുവിൽ അവർ പയറ്റിയ അല്ലെങ്കിൽ LDF പയറ്റിയ ചില കാര്യങ്ങളുണ്ട്. ഈ ക്ഷേമ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. 400 രൂപ ക്ഷേമ പെൻഷൻ എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നു. പക്ഷെ അത് ജനം തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ ഒരു പ്രതിഫലനം ഇന്ന് നമ്മൾ ഈ ഫലത്തിൽ കാണുന്നുണ്ട്. എന്തായാലും നേരത്തെ ശ്രീ AK സാദിഖ് പറഞ്ഞതുപോലെ MM മണി പറഞ്ഞത് താങ്കളുടെ മുൻപിൽ ഉണ്ടാകുമല്ലോ. ഈ ക്ഷേമ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, ഞങ്ങളിതാ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അവർക്ക് വോട്ട് ചെയ്തില്ല എങ്കിൽ ഇതാണ് മറുപടി എന്ന നിലയിലേക്ക് ഈ പാർട്ടി അധപ്പതിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാവുകയാണ്. അതായത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ ഈ ഗിമ്മിക്കുകൾ കൊണ്ട് പറ്റിക്കാൻ കഴിയില്ല എന്ന ഒരു താക്കീത് കൂടി ജനം നൽകുന്നില്ലേ ഇവർക്ക്? തീർച്ചയായും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ നക്കാപ്പിച്ചു കൊടുത്തൊന്നും വഞ്ചിക്കാനോ ചതിക്കാനോ പറ്റില്ല. അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ വാഗ്ദാനങ്ങൾ കൊടുത്ത് ആ വാഗ്ദാന ലംഘനം നടത്തിയവരെ ശിക്ഷിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം നന്നായിട്ടറിയാം, അവർക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ അവർ വോട്ട് ചെയ്തു. അത് UDF-ന് പിന്തുണ നൽകി. അതാണ് യാഥാർത്ഥ്യം, വസ്തുത അതാണ്. നമുക്കറിയാമല്ലോ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ പിണറായി വിജയന്റെ 9.5 വർഷക്കാലം പിന്നിട്ട് 10-ാം വർഷത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ എന്തെല്ലാം അഴിമതിയുമാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ഇല്ലേ? ഈ ജനങ്ങളുടെ മുമ്പാകെ ഇതിനെ ന്യായീകരിക്കാൻ ഏതെല്ലാം രൂപത്തിലുള്ള കള്ളപ്രചരണങ്ങളും നുണപ്രചരണങ്ങളും നടത്തി നോക്കി. പക്ഷെ എന്നിട്ടും ഈ ഇത്രയും കാലം പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കാതെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ വാരിക്കോരി കൊടുക്കുന്നു എന്ന് പറഞ്ഞ എന്ത് എന്നുള്ളത് തിരിച്ചറിയാവുന്ന ഈ തവണ വോട്ട് ചെയ്തത്, ആ വോട്ട് UDF-ന് അനുകൂലമായി, LDF-നെതിരായി. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് ബോധ്യപ്പെട്ടിട്ടും ഇപ്പോഴും MM മണിയെ പോലുള്ളവരും മറ്റു സഖാക്കളും ഇവിടെ വന്നിരുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും ഒക്കെ വീണ്ടും ന്യായീകരിക്കുകയാണ്. ഇതൊന്നും ഒരു തോൽവിയല്ല. ചരിത്രത്തിൽ ഇത്രയും വലിയൊരു തോൽവി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായുള്ള വോട്ടുകൾ കുറെ അധികം വരും. പക്ഷെ ഇത്തവണ വലിയ രാഷ്ട്രീയ ബോധത്തോടു കൂടി പൊതുവിഷയങ്ങൾ ചർച്ച ചെയ്ത്
ഈ ഗവൺമെന്റിനെതിരായുള്ള മുഴുവൻ കാര്യങ്ങൾക്കും എതിരായുള്ള ഒരു വോട്ടാണ് ഈ തവണ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അത് UDF വലിയ പിന്തുണയായി വന്നിരിക്കുന്നു. ഈ പിന്തുണ കണ്ട് മറ്റൊരു രൂപത്തിലേക്ക് ഇതിനെ അവതരിപ്പിക്കാൻ നോക്കിയാലൊന്നും ഒരു തരത്തിലും ആരും അംഗീകരിക്കില്ല. കടുത്ത ശിക്ഷ ഇനിയും ഈ CPM-നും മുന്നണിക്കും ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഏതു നീതിബോധമുള്ള ഒരു മനുഷ്യന്റെയും മനസ്സിൽ അത്തരത്തിലുള്ള ചിന്ത അതിശക്തമായ രോക്ഷമായി ഈ ഗവൺമെന്റിനെതിരായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ആയൂർ ബിജു, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മുന്നോട്ട് വെച്ചു, അത് ജനം ചർച്ച ചെയ്തു എന്നതിൻ്റെ തെളിവ് കൂടിയാണല്ലോ ഈ ഫലം എന്ന് പറയുന്നത്. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞത് അദ്ദേഹം ഇത്തവണത്തെ കണക്കുമായി യാതൊരു കമ്പാരിസണും നടത്തുന്നൊന്നുമില്ല, പഴയ കണക്കുമായി പഴയതിൽ നിന്നും ഞങ്ങൾക്ക് ഇത്രയല്ലേ മാറിയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രയോ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഇപ്പോൾ ഈ കോർപ്പറേഷൻ്റെ കണക്ക് തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും 6 കോർപ്പറേഷനിൽ അല്പമെങ്കിലും മേൽക്കോയ്മ നേടാൻ സാധിച്ചത് ഈ കോഴിക്കോട് മാത്രമാണ്. കോഴിക്കോട് എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് നിങ്ങൾ അവിടെ എത്തിയത് എന്ന് നമ്മൾ രാവിലെ മുതൽക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ കണക്ക് പറയുകയേ വേണ്ട, 500-ൽ പരം 504 ഇപ്പോൾ തന്നെ 504-ലാണ് UDF എത്തി നിൽക്കുന്നത്. മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ. ഈ ജില്ലാ പഞ്ചായത്ത് സാധാരണഗതിയിൽ ഉള്ളതുപോലെ ഉള്ള ട്രെൻഡ് അല്ല കാണിക്കുന്നത്. അങ്ങനെ സർവ്വ മേഖലകളിലും നിങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ്. പക്ഷെ അപ്പോഴും ഈ CPM-ൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിശോധിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് പറഞ്ഞു വയ്ക്കുന്നു. ശരി, സമ്മതിക്കുന്നു. എൻ്റെ ചോദ്യം, ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന്, അല്ലെങ്കിൽ സർക്കാരിനെതിരെ ജനം വിധി എഴുതുന്നു എന്നുള്ള തിരിച്ചറിവ്, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി എന്നുള്ള ആ ഒരു അവബോധം നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ ചെറിയ ഒരു പരാജയം, വലിയ പരാജയം എന്ന് പറയാൻ പറ്റത്തില്ല. 941 പഞ്ചായത്തുകളിൽ നിൽക്കുമ്പോൾ ഏകദേശം 500ഓളം പഞ്ചായത്തുകൾ UDF-ന് ലഭിച്ചു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് ഇടതുപക്ഷത്തിന്റെ കൈകളിലാണ്. ജില്ലാ പഞ്ചായത്ത് കണക്കനുസരിച്ചാണെങ്കിൽ 341 പഞ്ചായത്താണ് 7 ജില്ലാ പഞ്ചായത്തുകൾ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മാത്രമാണ് 7 എണ്ണം UDF ഭരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസമില്ല. ഇനി ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയെ വെച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം തരങ്ങളിലേക്ക് പോകണം, ഇന്ത്യ ആകമാനം എടുത്താൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം ഇന്ത്യയിലുണ്ടായിട്ടുള്ള പരാജയങ്ങൾ, അത് ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പാർട്ടിക്ക്, വളരെ ദീർഘകാലം ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പാർട്ടിക്ക് പിൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പരാജയങ്ങളുണ്ട്. അവിടേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ BJPയുടെ പ്രതിനിധി വികസിത കേരളം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വികസിത ഇന്ത്യ ഉണ്ടാക്കാൻ സാധ്യമായോ? ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങളുടെ മോദിജി വന്ന് ഇവിടെ അങ്ങ് എന്തോ നയം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. എവിടെ വന്ന് നയം പ്രഖ്യാപിക്കുമെന്നാണ്? കേരളത്തിലെ 5-10 പഞ്ചായത്തുകൾ വിജയിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ തിരുവനന്തപുരത്ത് 50 സീറ്റിൽ വിജയിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി വന്ന് നയപ്രഖ്യാപനം നടത്തില്ലെന്നേ. നിങ്ങൾ എങ്ങനെ നയപ്രഖ്യാപനം നടത്തും? ഏത് മാനദണ്ഡം അനുസരിച്ച്? നിങ്ങൾക്കത് സാധ്യമാകില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ ഡൽഹിയിൽ നിങ്ങൾക്ക് വികസനം ഉണ്ടാക്കാൻ ഇതുവരെ സാധ്യമായിട്ടുണ്ടോ? ശുദ്ധവായു ജനങ്ങൾക്ക് കൊടുക്കുവാൻ നിങ്ങളുടെ പാർട്ടിക്ക് സാധ്യമായിട്ടുണ്ടോ? ഓക്സിജൻ മാസ്കുമായി വെച്ച് വേണം ജനങ്ങൾക്ക് ഇറങ്ങാൻ. വാഹനങ്ങൾ ഒന്നക്ക വണ്ടി, രണ്ടക്ക വണ്ടി, ഒരു ദിവസം ഒരക്കമുള്ള വണ്ടി ഇറങ്ങിയാൽ പിറ്റേ ദിവസം 2 അക്ക വണ്ടി. അതുപോലും ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് നിങ്ങൾ BJP. നമുക്കറിയാം, കോവിഡ് കാലഘട്ടത്തിൽ ഓക്സിജൻ ഇല്ലാതെ മരണപ്പെട്ടു പോയ എത്രയോ പേരുണ്ടെന്നറിയാം. നമ്മൾ അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണ്. എന്റെ ചോദ്യം, നമ്മൾ കേരളത്തിലേക്ക് വരും. കേരളത്തിൽ ഒരു കോർപ്പറേഷനിൽ പോലും നേരാൻ വണ്ണം ഒന്ന് നിവർന്നു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത് നിങ്ങളുടെ ശക്തി കേന്ദ്രമാണ്. ഞങ്ങളിവിടെ അങ്ങ് നയപ്രഖ്യാപനം നടത്തത്തില്ല. തിരുവനന്തപുരത്ത് നിങ്ങളുടെ നേതാവ് വരത്തില്ല, എഴുതി വെച്ചോ. മറ്റു ചർച്ചയിൽ നമുക്ക് കാണാം, നിങ്ങളുടെ നേതാവ് വരത്തുമില്ല, അദ്ദേഹം നയപ്രഖ്യാപനം നടത്തത്തുമില്ല. ഇനി പ്രിയപ്പെട്ട സാദിഖ് സാറ് ചില കാര്യങ്ങൾ വന്നു. പുലി വരുന്നേ എന്ന് പറഞ്ഞു, പുലി വന്നില്ലെന്ന്. സാറ് തെറ്റാണത്. പുലി വരുന്നേ എന്ന് പറഞ്ഞു, 2 വട്ടം വന്നില്ല, 3ാമത് പുലി വന്നു എന്ന് താങ്കൾ പറഞ്ഞ ഇത് തെറ്റാണ്. പുലി വരും, പുലി വന്നു. പുലി പതുങ്ങുന്നത് എന്തിനാണ് താങ്കൾ?
അല്ലല്ല അല്ല കേരളയിൽ അവിടെ നിൽക്കട്ടെ, അതിനെക്കാട്ട് എന്തെല്ലാം വന്നു. ഞാൻ പുലി പറഞ്ഞത് മെസ്സി അല്ല, വന്നോ? മെസ്സി അല്ല വന്നോ? താങ്കൾക്കറിയാം പുലി പതുങ്ങുന്നത് എന്തിനാണ്? പുലി മെസ്സി പതുങ്ങുന്നത് വന്നോ? കുതിക്കാനാണ് സാർ. മെസ്സി വന്നത് കുതിക്കുമെന്നേ. ബംഗാളിലാണ്. മെസ്സി ഇന്ന് അല്ലല്ല, വന്നു, അത് സാർ, ബംഗാളിലാണ്. നിങ്ങൾ ആലോചിച്ചു, പുലി പതുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ. പുലി കുതിച്ചിരിക്കും. ശരി. ഇനി ആ ശുക്കൂർ കുതിപ്പ് സാഹിബ് കണ്ടാൽ അല്ല, മതി. ഒരു മിനിറ്റ് ശരിയാ, ഞാൻ ശരിയാ. അവസാനിപ്പിക്കാം. ആ. ശുക്രി സാഹിബ് പറഞ്ഞ കൂട്ടത്തില് നക്കാപ്പിച്ച ആനുകൂല്യം എന്ന് പറഞ്ഞ് കേരളത്തിലെ പൊതുസമൂഹത്തെ 600 രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് പലവട്ടമായി വർദ്ധിപ്പിച്ച് 1600 ആക്കി. കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ വർദ്ധിപ്പിച്ചില്ല, പിന്നീട് നമ്മൾ 2000 ആക്കി. നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് അതിദരിദ്രരായ ആൾക്കാരെ സമൂഹത്തിലെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നേ, ഇല്ല എന്ന് പറയുന്നില്ല. വേറെ ഏതാണ് ആശാ വർക്കർമാർക്ക് എന്റെ ചോദ്യം അല്ലല്ല, അങ്ങ് അതിൽ നിന്ന് അങ്ങ് പോകല്ലേ. പെൻഷൻ വാങ്ങി ഷാപ്പിട്ടിട്ട് നമുക്ക് തന്നെ തിരിഞ്ഞുകുത്തി എന്ന് പറയുന്ന എം എം മണിയുടെ വാദത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പരാമർശത്തെ അങ്ങ് അംഗീകരിക്കുന്നു? അല്ല, ഒരു ചില നോക്കൂ, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ, ഞങ്ങളിൽ പല വികാരങ്ങളുള്ളവരുണ്ട്. എൻ്റെ വികാരമോ അല്ലെങ്കിൽ മറ്റുള്ള വികാരമോ ആയിരിക്കില്ല. എം എം മണി ഏത് സാഹചര്യത്തിൽ അത് പറഞ്ഞതെന്നുള്ളത് പാർട്ടി ആലോചിക്കും. ഒരുപക്ഷെ അദ്ദേഹം ഒഴിവാക്കേണ്ടിരുന്ന ഒരു പ്രസ്താവന ആയിരുന്നു എന്ന് തന്നെയാണ് ഇത് എനിക്കിപ്പോൾ ഈ ജയിക്കുന്നതിൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ പറയാനുള്ളത്. അദ്ദേഹം അത്തരത്തിലൊരു ഒരു പ്രസ്താവ്യം പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് CPM അദ്ദേഹം വെറും ഒരു ഈ പറയുന്നത് പോലെ പാർട്ടി അംഗമല്ല, അത് ദയവ് ചെയ്ത് അങ്ങ് മനസ്സിലാക്കണം. അദ്ദേഹം ചെറിയൊരു നേതാവല്ല, അദ്ദേഹത്തിന് CPM പ്രധാനപ്പെട്ട വളരെ പ്രമുഖനായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിരുത്തരവാദപരമായ അല്ലെങ്കിൽ അങ്ങ് പറയുന്ന ഈ സാധാരണക്കാരെ ഈ നക്കാപ്പിച്ച എന്ന് പറയുന്ന പ്രയോഗം എന്ന് അങ്ങ് പറയുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങളെ മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയ വ്യക്തിയുടെ പേര് എം എം മണി എന്നാണ്. ഈ നിമിഷം വരെയും CPM ഒരു നേതാക്കൾ പോലും രംഗത്ത് വന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കിപ്പോഴും അദ്ദേഹം ആശാനാണ്. ഈ 600 രൂപ താങ്കൾ പറയുന്നല്ലോ, 600 രൂപ കൂട്ടിയതിന് ശേഷമാണോ ഇപ്പോൾ പറയുന്നത് ഈ പറയുന്നത് പോലെ എന്താ പെൻഷൻ വാങ്ങി ഷാപ്പിട്ടിട്ട് നേരെ തിരിഞ്ഞു കുത്തി എന്ന് പറയുന്ന ഒരു നിങ്ങളുടെ നേതാവാണെന്നേ? ഇതിനാണോ നിങ്ങൾ അവർക്ക് വോട്ട് കൊടുത്തത്, ഈ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുത്തത്? വളരെ കൃത്യമാണ്, നേരത്തെ തന്നെ പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടാണ് എന്ന് മറ്റാരും പറയണ്ടേ. ഇനി എം എം മണി തന്നെ പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾ വോട്ട് തരൂ, ഞങ്ങൾ പെൻഷൻ തരും, ഇതാണ് നിങ്ങളുടെ അജണ്ട. അല്ല, പണ്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരെ പറയുന്നത് കിറ്റായിരുന്നു. കിറ്റ് കൊടുത്ത് ഞങ്ങൾ വോട്ട് വാങ്ങി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ പുതിയ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ചർച്ചകളിലേക്ക് നിങ്ങൾ പോകുന്നത്. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ക്ഷേമ പെൻഷനാണ്, നാട്ടിലെ ജനങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതാണ്, സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അത് നിങ്ങൾ അതിനെ വോട്ടുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഒരു കാരണവശാലും ചർച്ച ചെയ്യരുത്. അങ്ങ് ആദ്യം തിരുത്തേണ്ടത് ശ്രീ എം എം മണിയെയാണ്. കാരണം പെൻഷൻ എല്ലാം വാങ്ങി ശാപ്പാട് കഴിച്ചു, വോട്ടർമാർ കാണിച്ചത് നന്ദികേടെന്നൊക്കെ പറയുന്ന ഒരു CPM നേതാവ് നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിങ്ങളുടെ മുന്നണിക്കുള്ളിൽ ഉണ്ടെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് നിങ്ങൾ അദ്ദേഹത്തെയാണ്, അല്ലാതെ മാധ്യമങ്ങളെയോ മറ്റുള്ളവരെയോ അല്ല. ഒരു വൈകാരിക നിമിഷത്തിൽ എന്ത് വൈകാരികത? ഒരു പരാജയപ്പെട്ട അട്ടപടലം പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി സാധാരണക്കാരെ ഇങ്ങനെയാണ് അപമാനിക്കേണ്ടത്? പെൻഷൻ കൊടുക്കുന്നത് ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന എം എം മണിയുടെയോ CPM സംസ്ഥാന സെക്രട്ടറിയുടെയോ സംസ്ഥാന സർക്കാരിന്റെയോ കുടുംബസ്വത്തിൽ നിന്നും ഒന്നുമല്ല. നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുത്ത നികുതിയിൽ നിന്നുമാണ്, നികുതി പണത്തിൽ നിന്നുമാണ് ഈ സാധാരണക്കാരനെ കൈപിടിച്ചുയർത്താൻ വേണ്ടി പെൻഷൻ കൊടുക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഇടതു സർക്കാർ വന്നപ്പോൾ ആദ്യമായി കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തതുമല്ല. ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വൈകാരികത എന്ന് പറഞ്ഞു വെക്കരുത്. എന്നിട്ടും മണിയാശൻ ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കുകയല്ല. ഒരു വൈകാരിക നിമിഷത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം സ്വന്തം സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു വെക്കില്ല. കാരണം എന്തു പറഞ്ഞാലും അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഭാഷ, നാട്ടുഭാഷ, ഇതൊക്കെ നിയന്ത്രിക്കാനാണ് നിങ്ങൾ ഇവിടെ പാർട്ടിയുടെ നേതൃത്വമുള്ളത്. അദ്ദേഹത്തെ പോലെ ഒരു നേതാവ്, വളരെ സമുന്നതനായിട്ടുള്ള സമൂഹത്തിന് ഒരു എന്താ പറയാ പാർട്ടിക്കാർക്ക് എങ്കിലും ആദരവുള്ള ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയുള്ള നിരന്തരമായി ഇതാദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള വാവിട്ട വാക്ക് വരുന്നത്. ഇതാദ്യമായിട്ടൊന്നുമല്ല. എപ്പോഴും നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രാദേശിക ഭാഷ, നാട്ടുഭാഷ, അദ്ദേഹത്തിന്റെ ഈ ശൈലി, ഇതാണോ സാധാരണ ജനങ്ങൾക്ക്? മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് പ്രസംഗിക്കുകയല്ല വേണ്ടത്. പെൻഷൻ കൊടുത്തിട്ട് നക്കാപ്പിച്ച വാങ്ങി അല്ലെങ്കിൽ ഇത്രയും വാങ്ങി ഞങ്ങൾക്ക് തിരിച്ചു കുത്തി എന്നൊക്കെ പറയുന്നത് എന്ത് അപമാനമാണ് സാർ? ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ?
ലിജിനെ തുല്യമല്ല, കണ്ടിന്യൂസ് ആയിട്ട് അതാണ്. അല്ലെങ്കിൽ ഞാൻ പറയാം, താങ്കൾ എന്നോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ എൻ്റെ വായിൽ നിന്ന് പോലും ചിലപ്പോൾ പറഞ്ഞുകൂടാത്ത ചില വാചകങ്ങൾ വന്നു പോകും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ അദ്ദേഹത്തെ ഹർട്ട് ചെയ്ത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ സ്വന്തം ഭാഷയിൽ അല്ലെങ്കിൽ നാട്ടുഭാഷയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് തെറ്റുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എനിക്കറിയില്ല. പക്ഷെ ആ പ്രതികരണത്തിൽ വളരെ കൃത്യമായി തന്നെ കൃത്യമായി നേതാക്കൾ പറഞ്ഞ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചൊരു കാര്യമുണ്ട്, എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അങ്ങയുടെ വിലയിരുത്തൽ എന്ന കാര്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം നേരെ അങ്ങ് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കുന്ന, അദ്ദേഹത്തിന് വൈകാരികമായി വ്രണമേൽക്കുന്ന ഒരു കാര്യവും ഒരു മാധ്യമപ്രവർത്തകരും ചോദിച്ചൊന്നുമില്ല. അതുകൊണ്ട് വൈകാരിക നിമിഷത്തിൽ വന്നു എന്ന് പറയരുത്. അല്ല, വൈകാരികത തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ചില മേഖലകളിൽ പരാജയപ്പെട്ടു നിൽക്കുന്നു. അതിൻ്റെ എന്താണ് ക്ഷീണം അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ വിഷമം താങ്ങി നിൽക്കുന്ന ഒരു സഖാവിനോട് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു അഭിപ്രായമായിട്ട് മുന്നോട്ട് പോകുന്നത്. പൊതുസമൂഹത്തെ ജനങ്ങളെ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകട്ടെ, അദ്ദേഹത്തിന് വൈകാരികത ഉണ്ടാകട്ടെ, എന്തോ ആകട്ടെ, അത് ഈ പൊതുജനങ്ങളെ അപമാനിച്ചുകൊണ്ടാകണോ? ഈ പെൻഷൻ വാങ്ങുന്നത് തന്നെ ഏറ്റവും നിരാലംബരായിട്ടുള്ള ആളുകളാണല്ലോ, അവർക്കാണല്ലോ പെൻഷൻ കൊടുക്കുന്നത്. അത് ഏത് സർക്കാരാണെങ്കിലും അവരെ അങ്ങേയറ്റം അടച്ചാക്ഷേപിച്ച് അങ്ങനെയുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്താൻ പാടുണ്ടായിരുന്നോ? ഇനി നടത്തി, ശരി, അത് തിരുത്താൻ അദ്ദേഹം തയ്യാറായോ? ഈ നിമിഷം വരെയും പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും വന്ന് അത് ശരിയായില്ല എന്ന് പറയാനുള്ള നട്ടല്ലുറപ്പ്, ആർജവം നിങ്ങളുടെ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു നേതാവ് കാണിച്ചോ? എന്റെ ഓർമ്മ ശരിയാണ്, ഏകദേശം 1 മണിക്കൂർ മാത്രമേ ആകുന്നുള്ളൂ. 1 മണിക്കൂറൊന്നുമല്ല, കുറച്ച് സമയം. എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂർ മാത്രമാണ് ഈ നിങ്ങൾ പറയുന്ന വിഷയം ഞങ്ങളുടെ പാർട്ടി സഖാവ് വന്നിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും നിരുത്തരവാദിത്തപരമായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിക്കും. നടപടി ആവശ്യമാണെങ്കിൽ, തിരുത്തലുകൾ വേണമെങ്കിൽ നടത്തുകയും ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോടൊപ്പം തന്നെയാണ്. ആ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നത് ഞങ്ങൾക്കറിയാം. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ വിലയിരുത്തിക്കൊണ്ട് ആകമാന രാഷ്ട്രീയത്തെ നിങ്ങൾ വിലയിരുത്തിയാൽ മറ്റു പല കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ പരാജയപ്പെട്ടിട്ടില്ലേ? അപ്പോൾ അന്നൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞു. വീണ്ടും ഒരു കുതിപ്പ് നേരത്തെ സാദിഖ് സാർ പറഞ്ഞ പോലെ പുലി വന്നു പതുങ്ങിയിരുന്നു കുതിച്ചു ചാടിയില്ലേ? ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതെ പോയിട്ടുണ്ടോ? കോൺഗ്രസ് സജീവമായ രംഗത്ത് വന്നിട്ടില്ലേ? രാജ്യത്തിൻ്റെ ഭരണം നേടിയിട്ടില്ലേ? വീണ്ടും വന്നിട്ടില്ലേ? നാളുകൾ വരില്ലേ? അതായത് ഈ വിഷയങ്ങളൊന്നും തന്നെ ഇപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്ത കാര്യങ്ങളൊന്നും ജനം കാര്യമായി എടുത്തില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും UDF വിജയിച്ചത് എന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, UDF വിജയിച്ചു എന്ന് പറയുമ്പോൾ ആളുകൾ വോട്ടിടണമല്ലോ, എന്തായാലും സാധാരണക്കാർ വോട്ട് ചെയ്യണമല്ലോ. അല്ലാതെ ഈ എല്ലാം UDF പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും വോട്ട് ചെയ്തത് കൊണ്ടല്ലല്ലോ UDF ഇപ്പോൾ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു നിൽക്കുന്നത്. കേരളത്തിൽ വളർന്നു വരുന്നുവെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം UPയിലും ഗുജറാത്തിലും ഉണ്ടായ ഒരു വർഗീയ രാഷ്ട്രീയം ഈ കേരളത്തിന് മണ്ണിൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കണക്ക് കൊണ്ടാണ് ആൾക്കാർ UDFന് അനുകൂലമായി തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ LDFന് ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ വന്നു എന്നങ്ങ് സമ്മതിക്കുകയാണ്. LDFന് ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ ഞങ്ങൾ ചോദിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജില്ലാ പഞ്ചായത്തുകൾ 7 ഞങ്ങളുടെ കയ്യിലുണ്ടെന്നേ. ഞങ്ങൾ ചില മേഖലകളിൽ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ ഞങ്ങൾ പുറകോട്ട് പോയി സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയ്ക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ ശക്തിക്കോ ഒന്നും ഒരു കുറവും വരുന്നില്ല. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് സംഭവിച്ചത്, തിരുവനന്തപുരത്താണെങ്കിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലത്താണെങ്കിൽ ഒരു വർഗീയ ധ്രുവീകരണം, ജാതിയുടെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ ധ്രുവീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വേണ്ട എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു. അവിടെയാണ് നരേന്ദ്രമോദി ആയാലും രാജീവ് ചന്ദ്രശേഖരൻ, ഇവിടെ നേരത്തെ ബിജു നായർ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ്റെ നയങ്ങൾ ഒന്നുമില്ലെന്നേ. രാജീവ് ചന്ദ്രശേഖരൻ്റെ നയങ്ങളെ മാപ്പാട് ജനം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? തിരുവനന്തപുരത്ത് 50 സീറ്റിൽ നിങ്ങൾ മുന്നിൽ വന്നു എന്നതല്ലാതെ കേരളത്തിൽ എവിടെയാണ്? ഒരടയാളപ്പെടുത്തൽ ഉണ്ടാക്കുവാൻ BJPക്ക് സാധ്യമായിട്ടുണ്ടോ? ഒന്നുമില്ല. അവിടെ അടയാളപ്പെടുത്തൽ ഉണ്ടാക്കിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ LDF ആണ്. അതിനപ്പുറത്തേക്ക് ഒരു നിലപാടിൻ്റെ വെളിച്ചത്തിൽ, ഒരു വ്യത്യാസത്തിൽ ഒരു മോദിജിയും ഒരു രാജീവ് ചന്ദ്രശേഖരും എത്തിയിട്ടില്ല. അല്ലല്ല, ഒരു നിമിഷം, ഈ വർഗീയത എന്നുള്ള കാര്യം അങ്ങ് പറയുന്നുള്ളൂ, ഈ ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നത് ആരാണ് സാർ? നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനുശേഷം
ഒരു മലപ്പുറം ജില്ലയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ഹിന്ദു ദിനപത്രത്തിൽ ഒരു ലേഖനം എഴുതുന്നു. ആ സമയം വന്ന് വലിയ വിവാദമാകുന്നു, വലിയ ചർച്ചയാകുന്നു. ഈ നിമിഷം വരെയും അതിലൊരു തിരുത്തു വരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? ഇനി അദ്ദേഹം അറിഞ്ഞല്ല, ഏതോ ഒരു PR ഏജൻസിയാണ് അവിടെ വന്ന് എഴുതി കൊടുത്തതെന്ന് പറയുന്നു. അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇനി അതുപോട്ടെ, ഈ SNDP വളരെ പ്രമുഖനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം എത്രയോ പരാമർശങ്ങൾ നടത്തുന്നു. ആ വെള്ളാപ്പള്ളിയെ തോളിലേറ്റുന്നതല്ലാതെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ തള്ളിപ്പറയാനോ അദ്ദേഹത്തിൻ്റെ പരാമർശം തെറ്റായില്ല എന്ന് പറയാനോ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ടോ? അതൊന്നുമില്ല. അതായത് തരാതരം പോലെ ഈ ന്യൂനപക്ഷ പ്രീണനവും അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷ പ്രീണനവും ഒക്കെ നിങ്ങൾ നടത്തുന്നുണ്ട്. വോട്ട് കിട്ടുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ നിങ്ങൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയില്ല. കാരണം ഈ പറയുന്ന പോലെ നരേന്ദ്രമോദിയെ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. അതേ കാര്യം തന്നെ അവിടെ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയത്തും തരാതരം പോലെ മാറ്റുന്നു എന്ന് മാത്രം. അങ്ങനെയല്ല സാർ, നമുക്കറിയാം ഗുജറാത്തിലെ ബിൽക്കീസ് ബാനു കേസ് ഉൾപ്പെടെ, ഇങ്ങോട്ട് നമ്മളെടുത്താൽ സ്റ്റാൻ സ്വാമി ഉൾപ്പെടെ, ഗ്രഹാം സെയിൽസ് ഉൾപ്പെടെ ഇന്ത്യ മഹാരാജ് സംഭവിച്ചിട്ടുള്ള പഴയ വസ്തുതകൾ നമുക്കറിയാം. അങ്ങനെയുള്ള ഒന്നും ഈ കേരള സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള കേരളത്തിലെ ജനങ്ങളുടെ, സാധാരണക്കാരുടെ ജനങ്ങളുടെ മനസ്സാണ് സാർ ഒരുപക്ഷെ UDF അനുകൂലമായി പോയത്. അല്ല, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മലപ്പുറത്തെ പറ്റി. മുഖ്യമന്ത്രി എന്താണ് ചെയ്തത്? നിങ്ങൾ ഈ പറയുന്നത് പോലെ BJPയും RSSും പറയുന്ന കണക്കിന് അവർക്ക് വീണ്ടും ഒരു ഊർജം കൊടുക്കുകയല്ലേ ചെയ്തത്, അല്ലാതെ നിങ്ങൾ അവരെ എതിർത്താണോ നിൽക്കുന്നത്? അല്ല സാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇനി ഒരു, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇനി ഒരു ബിൽക്കീസ് ബാനു ഉണ്ടാകാൻ പാടില്ല, ഒരു സ്റ്റാൻ സ്വാമി ഉണ്ടാകാൻ പാടില്ല, ഒരു ഗ്രഹാം സെയിൽസ് ഉണ്ടാകാൻ പാടില്ല. പശുവിനെ വളർത്തിയതിൻ്റെ പേരിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ ഒരാളും മരണപ്പെടാൻ സാധ്യമാകരുത്. അതിനുവേണ്ടിയുള്ളൊരു മുന്നൊരുക്കമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബഹുമാനായ സഖാവ് പിണറായി വിജയനും നടത്തുന്നത്. അപ്പോഴും ഞങ്ങൾ നിലപാടുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വ്യക്തമായ കൃത്യതയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഞങ്ങളെ ചേരി തിരിഞ്ഞ് ആക്രമിച്ചാൽ അവിടെ തീരില്ലെന്നേ. ഞങ്ങൾ പതുങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് പതർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉയർച്ചയിലേക്കുള്ള ഞങ്ങളുടെ പുറപ്പാടാണ് എന്ന് ലിജിൻ എഴുതി വെച്ചോളൂ. നമുക്ക് നാളുകളിൽ. പക്ഷെ അവിടെ മറ്റൊരു കാര്യം കൂടി എനിക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ഈ പതുങ്ങുന്നു എന്ന് പറയുന്നു, പക്ഷേ എന്തിനാണ് പതുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഉദാഹരണം, കണ്ണൂർ ജില്ലയിൽ കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ വലിയ തോൽവി ഉണ്ടാകുന്നു. അതിനുശേഷം CPM പ്രവർത്തകർ വലിയ അക്രമം അഴിച്ചുവിടുകയാണ്. UDF നടത്തിയ പ്രകടനത്തിന് നേരെയും അക്രമം നടത്തി. വടിവാളുമായി എത്തിയ ഈ പ്രവർത്തകർ ഈ വീടുകൾ കയറിയും ആക്രമണം നടത്തുകയാണ്. വീട്ടിലുള്ളവർക്ക് നേരെ വടിവാൾ വീശുന്നതും കാർ തല്ലിപ്പൊളിക്കുന്നതുമൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി കൊടികൊണ്ട് മുഖം മറച്ചാണ് ഇവർ അക്രമം നടത്തിയത് എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം വരാം. ഇങ്ങോട്ട് വന്ന് വിളിക്കും. ഇത് അടിച്ചു പൊടിച്ചേ. ശ്രദ്ധ ഞാൻ അതിലേക്ക് കൂടി ക്ഷണിക്കുകയാണ്. അതായത് ഈ പരാജയപ്പെട്ട സ്ഥലത്ത്, പരാജയപ്പെട്ട ഇടങ്ങളിൽ CPM നടത്തുന്ന ഇത്തരത്തിലുള്ള നെറികേടുകൾ ഇതെവിടെയാണ്? മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ. ആഭ്യന്തരമന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ ഇതേ CPM പ്രവർത്തകർ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടം നടത്തുന്നുവെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ഈ പരാജയത്തെ അംഗീകരിച്ചു, ജനവിധി അംഗീകരിക്കുന്നു എന്നൊക്കെ എപ്പോഴും എല്ലാ നേതാക്കളും ആവർത്തിച്ച് പറയുന്നു. പക്ഷേ ഈ മുഖം മറച്ചുകൊണ്ട്, പാർട്ടിയുടെ പതാക ഉപയോഗിച്ച് മുഖം മറച്ചുകൊണ്ട് ഇവരുടെ വീടുകളിൽ കയറിയാണ് ഈ ആക്രമണം നടത്തുന്നത്. ഒരു സൈഡിൽ പ്രതിഷേധം അല്ലെങ്കിൽ പ്രകടനം നടത്തുന്നവർക്കെതിരെ പ്രതിഷേധിക്കുന്നു, മറുവശത്ത് വടിവാൾ കൊണ്ടാണ് ഈ പറയുന്നത് പോലെ ഈ റോന്തു ചുറ്റുന്നത്. ഇതെന്ത് ജനാധിപത്യമാണ് സാർ? ഇത് അംഗീകരിച്ചിട്ടാണോ? അല്ല, നിങ്ങൾ പറയുന്ന കണ്ണൂരിലെ ഒരു പരാജയം അതിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ എത്രയോ പരാജയങ്ങൾ മറുഭാഗത്തുണ്ടായിട്ടുണ്ട്.
റായ്ബറേലിയിൽ നമ്മുടെ ഇന്നലെ ദയവിച്ച് അങ്ങ് കേരളത്തിലേക്ക് നോക്കും. നമുക്ക് അല്ലല്ല, അതിനുശേഷം നമുക്ക് അല്ലല്ല. നമുക്ക് നിങ്ങൾ അങ്ങനെ ഡൽഹിയിലും മാത്രം ചിന്തിക്കരുത്. റായ്ബറേലിയിലും ഉത്തർപ്രദേശിലും ഒക്കെ നമുക്ക് പോകാം. ഈ നമ്മുടെ കേരളത്തിൽ നമ്മുടെ അയൽ ജില്ലയായ കണ്ണൂരിൽ നടക്കുന്ന ഒരു സംഭവം ചോദിക്കുമ്പോൾ അങ്ങ് റായ്ബറേലിയിൽ ഉത്തർപ്രദേശിൽ പോയാൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ മാരാരിക്കുളത്ത് ഞങ്ങളുടെ ആരാധനായ മുൻ മുഖ്യമന്ത്രി പരാജയപ്പെട്ടില്ലേ? ആ പരാജയം ഞങ്ങൾ അംഗീകരിച്ചില്ലേ? ആ പരാജയം ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങ് അതുപോലെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇതുപോലെയാണോ കാണിക്കേണ്ടത്? നോക്കൂ, ആ ദൃശ്യങ്ങളിൽ തന്നെ അങ്ങേക്ക് കാണാമല്ലോ. ഈ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി UDFന്റെ പ്രകടനത്തിന് നേരെ, UDF എന്നല്ല ഏത് എതിർ പാർട്ടി ആയിക്കോട്ടെ, അവർക്കെതിരെ പരാജയപ്പെടുമ്പോൾ ജയിച്ചവർക്കെതിരെ ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? അല്ല, ആ ദൃശ്യത്തിന്റെ ആധികാരികത നമുക്ക് വീണ്ടും വെളിവാകേണ്ടതുണ്ട്. നിങ്ങൾ തന്നെ പറയുന്നു, അല്ല ലിജിൻ താങ്കൾ തന്നെ പറയുന്നു മുഖം മറച്ചിട്ടുണ്ട്. അല്ലല്ല, ലിജിൻ തന്നെ ഈ ജയ്ഹിന്ദിന്റെ പ്രേക്ഷകർക്ക് മുന്നിൽ പറയുന്നുണ്ട് കൊടികൾ കൊണ്ട് മുഖം മറച്ചിട്ടുണ്ട്. കൊടികൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനൊരു വെളിവൊക്കെ ഉണ്ടെന്നേ. വെളിവൊക്കെ ഉണ്ട്. ചെയ്യണമെന്ന് ഞങ്ങളുടെ പാർട്ടിയോ മുന്നണിയോ തീരുമാനിച്ചാൽ അത് ചെയ്യും. അതിനുള്ള ആധിപത്യം ഞങ്ങൾക്കുണ്ട്. അത് മനസ്സിലായി. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ കൊടി അനാവശ്യമായി ആരെങ്കിലും ഉപയോഗിച്ചെങ്കിൽ ഞങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അപകീർത്തിപ്പെടുത്തുവാൻ ഞങ്ങളുടെ കൊടി ഉപയോഗിച്ചുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്തെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഈ നിമിഷം ഏറ്റെടുക്കാൻ സാധ്യമാകില്ല. തെളിയട്ടെ, നാളെ ഞാൻ വരാം. ജയ്ഹിന്ദിന്റെ ആ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ വരാമെന്നേ. ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പ്രവർത്തകരാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഞാൻ വരാം. അതിന് മറുപടി അന്നേരം പറയാം. ശ്രീ ആയുർബിച്ചു, മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ സംഭവം നടന്നിട്ട്. പോലീസ് ഇതുവരെ നടപടി എടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ ജില്ലയിലാണ്, ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ അദ്ദേഹം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ കൂടിയാണ് എന്നത് ഒരിക്കൽ കൂടെ അങ്ങ് ഓർമ്മപ്പെടുത്തുന്നു. ശ്രീ ബിജു നായർ, ഇവിടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഈ BJP CPM ഡീൽ എന്ന കോൺഗ്രസ് ആക്ഷേപം അത് ശരിയല്ല എന്ന കാര്യത്തിലേക്ക് അങ്ങ് വരികയാണ്. ആദ്യഘട്ടത്തിൽ താങ്കൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം കൃത്യമായ കണക്കുകൾ സഹിതമാണ് പറഞ്ഞത്. മാത്രമല്ല ഒരു ഉദാഹരണം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ കടകംപള്ളി വാർഡ്, അവിടെ കല എന്ന വ്യക്തി അവർ അവിടെ നിന്ന് മാറി CPMലേക്ക് വരികയാണ്. അവർ CPMൽ നിന്നും കോൺഗ്രസിലേക്ക് വരികയാണ്. പക്ഷെ അവിടെ വിജയിക്കുന്നത് BJP എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇങ്ങനെ പേട്ട ദീപക് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ BJP CPMനെ സഹായിച്ചു എന്നതടക്കമുള്ള ആക്ഷേപങ്ങളുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ചോദിക്കാൻ, കൊല്ലവും തിരുവനന്തപുരവും, കൊല്ലത്ത് തീർച്ചയായിട്ടും BJP രണ്ടക്കത്തിലേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ തലസ്ഥാന നഗരിയിൽ 35-ൽ നിന്നും 50-ലേക്ക് പോകുമ്പോൾ CPMന്റെ സീറ്റ് അവിടെ 53-ൽ നിന്നും 27-ലേക്ക് കുറയുകയാണ്. UDF അവിടെ നില മെച്ചപ്പെടുത്തുകയാണ്. അതായത് CPMൽ നിന്നും സീറ്റ് BJPയിലേക്ക് വരുന്നു, NDAയിലേക്ക് വരുന്നു എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഇവിടെ ലിജിൻ, താങ്കൾ തന്നെ LDFന്റെ പരാജയം LDF എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ശരിയാണ്, പരാജയം, തെരഞ്ഞെടുപ്പിൽ പരാജയം സ്വാഭാവികമാണ്. പക്ഷേ പരാജയപ്പെടുമ്പോഴാണ്, വിജയിക്കുമ്പോഴല്ല, പരാജയപ്പെടുമ്പോഴാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ ക്ലാസ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ LDF എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അവരുടെ ഒരു നേതാവ് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാൻ പറ്റി. അവരുടെ പ്രവർത്തകർ എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വീഡിയോ ഫുട്ടേജ് കാണാൻ പറ്റി. ഇത് LDF ചെയ്യുന്നത് തന്നെയാണ്. കാരണം കണ്ണൂരിൽ അവർ അക്രമ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഏത് പാർട്ടിയിൽ നിന്നായിരുന്നു? ഇവിടെ വിജയിച്ചത് ഇപ്പോൾ UDF ആണ്. NDA മുന്നേറ്റവും നടത്തി, LDFന് തിരിച്ചടിയാണ് ഉണ്ടായത്. പക്ഷേ എന്നാൽ പോലും അവരുടെ ക്യാമ്പിൽ നിന്നും എതിരില്ലാതെ ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? അവിടെയും ജനാധിപത്യത്തെ അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അത് LDFന്റെ ശൈലി. ഇനി അടുത്ത UDFന്റെ ശൈലി എങ്ങനെയാണ്? ഇന്ന് ജയിച്ചു നിൽക്കുമ്പോൾ പോലും അവർ ഒരു ക്ലാസ് കാണിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറും ഇല്ല കണക്കുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? 9 സീറ്റ് UDFന് കൂടുതൽ കിട്ടി, 15 സീറ്റ് BJPക്ക് കൂടുതൽ കിട്ടി. അതായത് LDFന് പോയ സീറ്റുകൾ ചിലത് UDFിലേക്ക് പോയിരിക്കുകയാണ്, ചിലത് NDAക്ക് പോയിരിക്കുകയാണ്. ഇത് കോമൺ സെൻസായിട്ട് സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നതേയുള്ളൂ.
അതായത് BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ അത് LDFകാർ ഡീൽ നൽകിയാലേ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം അത്തരത്തിൽ പറയുമ്പോൾ UDFന്റെ ക്ലാസ്സാണ് അവിടെ നഷ്ടമാകുന്നത്. ഇന്ന് നിങ്ങൾ ജയിച്ചു നിൽക്കുകയാണ്. ശരിയാണ്, മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം തിരുവനന്തപുരത്ത് പോലും ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ നിർത്തിയത്, പ്രഖ്യാപിച്ചത്, ചുവരെഴുത്ത് തുടങ്ങിയത്, പോസ്റ്റർ ഒട്ടിച്ചത് UDF ആണെന്ന് ഒരു BJP പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ കണ്ടതാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. കാരണം അത്തരത്തിൽ മുന്നോട്ട് വന്നാണ് അവരവരുടെ നില മെച്ചപ്പെടുത്തിയത്. പക്ഷെ BJPയും അതുപോലെ തന്നെ പ്രവർത്തിച്ചാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ, അത് അപ്രീഷിയേറ്റ് ചെയ്യുവാൻ, അത് അഭിനന്ദിക്കുവാൻ ഉള്ള ഒരു വലിയ മനസ്സ് UDF കാണിക്കണം. അല്ലാതെ വർഗീയതയാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്ന് പറഞ്ഞ് ഡീലാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു NDAയുടെ വിജയത്തിൻ്റെ തിളക്കം കുറയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സാണ് അവിടെ നഷ്ടപ്പെടുന്നത്. കാരണം ഇനി അങ്ങോട്ട് ഫൈനൽ വരുവാൻ പോവുകയാണ്. ഇപ്പം നേരത്തെ തന്നെ LDF പ്രതിനിധി പറയുകയുണ്ടായി, LDF തോറ്റ കഥയൊന്നും പറയണ്ട, കാരണം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് തോറ്റ കഥ എനിക്കും ഒരുപാട് പറയാനുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അവർ രണ്ടുപേരും തോറ്റത് എവിടെയാണ്? ഇദ്ദേഹം തന്നെ ഈ ഇകഴ്ത്തിക്കാട്ടുന്ന നോർത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിൽ കാലാകാലം ഭരിച്ച പാർട്ടികളാണ് ഇന്ന് തോറ്റവസാനം കേരളത്തിലേക്ക് മാത്രമായി ചുരുങ്ങിയത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ട് പോലും ഇന്ന് ഒരു സംസ്ഥാനത്തും ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി തന്നെ അറിയാം. ഇന്ന് കേരളത്തിലോട്ട് അവർ ചുരുങ്ങിയെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇന്ന് കേരളത്തിലും അവർ ചുരുങ്ങിയാണ് വരുന്നതെങ്കിൽ അതിന് അതേ കാരണങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പോഴും വർഗീയത പറയുന്നു. അതായത് ഏത് ജാതിയിലുള്ള ആൾ പറഞ്ഞു, എന്തു പറഞ്ഞു, അവർ പണ്ടേത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു, ഇപ്പോൾ അവർ എങ്ങനെയാണ് വോട്ട് ചെയ്തത്, അവരെ പ്രീണിപ്പിക്കുവാൻ നിങ്ങൾ എന്താണ് പറഞ്ഞത്, അത് വർക്ക് ചെയ്യുന്നുണ്ടോ, അത് വർക്ക് ചെയ്യുന്നില്ലല്ലോ, ഇത്തരത്തിലുള്ള ചർച്ചകൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ BJP അങ്ങനത്തെ ചർച്ചയല്ല ഉദ്ദേശിക്കുന്നത്. വികസിത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ പഠിക്കാൻ പറ്റണം. അവർ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ജോലി ചെയ്യാൻ പറ്റണം. എല്ലാവരും പെൻഷൻ കിട്ടുന്നതും കാത്തിരിക്കേണ്ട സ്ഥിതി വരരുത്. അവർക്ക് സ്വന്തം ആയി അധ്വാനിച്ചുകൊണ്ട് ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കുവാൻ ഉള്ള അവസരം ഉണ്ടാകണം. അതാണ് ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഇന്ന് വന്ന വാർത്തയാണ്, വിലക്കയറ്റത്തിൽ ഇന്ത്യയിൽ തന്നെ ഒന്നാമതായി നിൽക്കുന്നത് കേരളമാണ്, രണ്ടാമതായി നിൽക്കുന്നത് കർണാടകയാണ്, മൂന്നാമത് തമിഴ്നാടാണ്. ഇത് മൂന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ വളരെ വ്യക്തമായ നേതൃത്വ പാടവം ഉണ്ട് എന്ന് നമ്മളിവിടെ പറഞ്ഞു പൊലിപ്പിച്ചു വെച്ചിരിക്കുന്ന നേതാക്കളാണ്. നമുക്കറിയാം ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. കാരണം അല്ല, ആയൂർ ബിജു പറഞ്ഞത് ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ്. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് ഇവിടെ വളരെ കൃത്യമായി തന്നെ വിലക്കയറ്റത്തിന്റെ കാര്യമെടുക്കട്ടെ, അതുപോലെ തന്നെ തൊഴിലില്ലായ്മയുടെ കാര്യമെടുക്കട്ടെ, അതുപോലെ തന്നെ മറ്റു പല വെൽഫെയർ സ്കീമുകളുടെ കാര്യമെടുക്കട്ടെ. ഇപ്പൊ തന്നെ സാമൂഹ്യ പെൻഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്? ആര് കൊടുത്തു, എത്ര കൂട്ടിക്കൊടുത്തു എന്നല്ല. സാമൂഹ്യ പെൻഷൻ മുടങ്ങിയത് കാരണം നമ്മുടെ വയോജനങ്ങൾ അവർക്ക് റോഡിലിറങ്ങി പ്രതിഷേധിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. ആശാ വർക്കർമാർ എത്രയോ മാസങ്ങൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ വലിയ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോയപ്പോൾ തൊഴിലാളി പാർട്ടി എന്ന് പറയുന്ന CPMO അതുപോലെയുള്ള യാതൊരുവിധ തൊഴിലാളി സംഘടനകളോ അവർക്ക് ഐക്യദാർഢ്യവുമായോ അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു അനുതാപകരമായ ഒരു എന്തെങ്കിലും ഒരു പരിഹാരവുമായോ ഉണ്ടായിട്ടില്ല എന്നുള്ളിടത്താണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇങ്ങനെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അവർ ചിലപ്പോൾ സാമൂഹ്യ പെൻഷൻ കൊടുത്തെന്നിരിക്കും, കൂട്ടിക്കൊടുത്തെന്നിരിക്കും. പക്ഷേ അതിലൊക്കെയുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളിടത്താണ് ഈ ഒരു വലിയ പ്രശ്നം വരുന്നത്. ഇപ്പം തന്നെ ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നതോ പോട്ടെ, ഇപ്പോൾ നമ്മുടെ തന്നെ ക്ഷേത്രങ്ങൾ ഇവരുടെ സംരക്ഷണയിലേക്ക് നമ്മൾ കൊടുത്ത ക്ഷേത്രങ്ങളിൽ നിന്നുള്ള സ്വർണം വരെ കൊള്ളയടിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് തൊട്ടു മുമ്പുള്ള 1-2 ആഴ്ചകളിൽ എന്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? ഒന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണ്. വേറൊന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഒരു MLA അദ്ദേഹം സ്ത്രീ പീഡന കേസിൽ അറസ്റ്റിലാകുമോ അതോ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുമോ? ഇതാണ് നമ്മൾ ഉറക്കമിളച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഇന്ന് കേരളത്തിൽ വളരെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നത്. എന്തായാലും ഈ ശബരിമല കൊള്ളക്കാർക്കും ഈ സ്ത്രീ പീഡകർക്കും ഒന്നും
ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുവാനുള്ള യാതൊരു സാധ്യതയുമില്ല. അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങൾ അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരുകൾക്കാണ് വോട്ട് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത്. അത് LDF വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരികയാണ്. കഴിഞ്ഞ 10 വർഷമായി അവർ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. UDFിൻ്റെ കാര്യത്തിലും വലിയ ഗ്യാപ്പുകൾ ഉണ്ട്. ഒരുപാട് പ്രതീക്ഷകളാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയക്കാരിൽ നിന്നും അവരുടെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉള്ളത്. അത്തരത്തിലുള്ള പ്രതീക്ഷകൾക്കൊന്നും ഒത്തുയരുവാൻ LDFനോ UDFനോ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് അവിടെയാണ് BJPയുടെ അവിടെയാണ് NDAയുടെ ഒരു പ്രസക്തി തന്നെ ഉള്ളത്. കാരണം LDFും UDFും നല്ല രീതിയിൽ ഭരിച്ചിരുന്നെങ്കിൽ BJPക്ക് ഇന്ന് വോട്ട് ചെയ്യുവാൻ ജനങ്ങൾ തയ്യാറാകില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ അങ്ങനെയല്ല. അവിടെ വളരെ കൃത്യമായി ഇന്ന് മോദിജി ഒരു വ്യത്യസ്തമായ ഒരു വിഷൻ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അതിന്ന് കേരളത്തിലും ക്ലച്ച് പിടിച്ചു തുടങ്ങി എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ തങ്ങളുടെ പ്രതീക്ഷകൾക്ക് തുയരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോദിജി ഇവിടെ വരാൻ പോകുന്നില്ല എന്നൊക്കെ ഇവിടെ LDF പ്രതിനിധി വെല്ലുവിളിക്കുന്നത് കേട്ടു. അദ്ദേഹം തന്നെ സ്വന്തം കണ്ണുകൊണ്ട് കാണുവാൻ പോകുന്ന കാര്യമാണ് അദ്ദേഹം ഇവിടെ നിഷേധിക്കുവാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും ഞാൻ പറയുകയാണ്, ഇതൊരു തുടക്കം മാത്രമാണ് ഇന്നത്തെ വിജയം. ഇനിയും വലിയ വിജയങ്ങളിലേക്ക് NDA പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കും എന്നാണ് എനിക്കിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാനുള്ളത്. ബിജു നാരായണ, ഒരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. ഈ ശബരിമല വലിയ വിവാദമായി അല്ലെങ്കിൽ ചർച്ചയെന്ന് പറയുമ്പോഴും പത്തനംതിട്ട പന്തളം മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതി എന്താണെന്ന് അങ്ങയുടെ മുൻപിലുണ്ടല്ലോ. ഇത്തവണ 3ാം സ്ഥാനത്തേക്കാണ് BJP പോയിരിക്കുന്നത് എന്നതാണ്. അവിടെ LDF ആണ് വിജയിച്ചത്. 14 സീറ്റിൽ വിജയിച്ചു LDF ഭരണം ഉറപ്പിക്കുന്നു. 11 സീറ്റുമായി UDF മുഖ്യ പ്രതിപക്ഷവുമാകുന്നു. 9 സീറ്റ് മാത്രമാണ് BJPക്കുള്ളത് പത്തനംതിട്ട പന്തളം മുനിസിപ്പാലിറ്റി. അതെ, ഇവിടെ ഇപ്പോൾ സാദിഖ് സാർ കുറച്ചു മുമ്പ് പറയുകയുണ്ടായി, BJP തുറന്ന അക്കൗണ്ടുകൾ ചിലത് പൂട്ടിപ്പോകുന്ന ഗതികേടുണ്ടായിട്ടുണ്ട്. അത് പരാജയമാണോ എന്ന് വെച്ചാൽ തീർച്ചയായും അതൊരു പരാജയം തന്നെയാണ്. അല്ല, ഞാനത് ഓർമ്മിപ്പിക്കാൻ അല്ല, ഞാൻ അങ്ങയോട് പറഞ്ഞു വന്നത്, അതായത് നേരത്തെ ശ്രീ AK സാദിഖ് തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. അതായത് BJP വലിയ നേട്ടമുണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. കാരണം നിശ്ചയമായും സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50ഓളം സീറ്റുകൾ എത്തുകയും ചെയ്തു. ഇപ്പോഴും 3ാം സ്ഥാനത്താണ് എന്നുള്ളതാണ്. താങ്കൾ ഈ പറയുന്നത് പോലെ നരേന്ദ്രമോദിയുടെ ആ ഒരു ആശയം പൂർണ്ണമായിട്ടും കേരളം ഇരുകയും നീട്ടി സ്വീകരിച്ചു എന്ന് പറയത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ പന്തളത്തിൻ്റെ കാര്യം ഉദാഹരിച്ചത്. തീർച്ചയായും അത് വളരെ വ്യക്തമായി തന്നെ ഇന്ന് ആരും നിഷേധിക്കുന്നില്ല. BJP 3ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. നമ്മളിന്ന് അണ്ടർ ഡോഗ്സ് ആണ് എന്ന് ഏറ്റവും വ്യക്തമായി അറിയുന്നത് BJP പ്രവർത്തകർക്ക് തന്നെയാണ്, BJP നേതാക്കൾക്ക് തന്നെയാണ്. നമുക്കൊരു ചുവടും പിഴക്കില്ല എന്നുള്ള ആത്മവിശ്വാസം, അത് ആത്മവിശ്വാസമല്ല, അത് അഹന്തയാണ്, ധാർഷ്ട്യമാണ്. LDFന് അത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, BJPക്ക് ഒരിക്കലും അങ്ങനെ ഇല്ല. നമ്മുടെ പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ എന്ത് പഠിക്കുവാനുണ്ട് എന്നുള്ളത് മാത്രമാണ്. കാരണം ഒരു സമയത്ത് ലോക്സഭയിൽ വെറും 2 MP മാത്രമുണ്ടായിരുന്ന, അതുപോലെ തന്നെ അടൽജിയുടെ ആദ്യത്തെ മന്ത്രിസഭ വെറും 13 ദിവസമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ അതിന്. അപ്പോൾ അതൊന്നും നമ്മളെ തളർത്തിയിട്ടില്ലെങ്കിൽ, കേരളത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നും വ്യക്തമായ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ശക്തമായി മുന്നേറും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസമാണ് നമ്മളെ ഇന്നും വളരെ ആവേശത്തോടു കൂടി ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സജ്ജരാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തോൽവിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ അടച്ച് ആക്ഷേപിക്കുവാനോ ഒതുക്കി നിർത്തുവാനോ സാധിക്കുകയില്ല. അതുപോലെ തന്നെ വർഗീയത പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഫാസിസം എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ നമ്മളെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ വിജയം എന്നാണ് എനിക്കിവിടെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വയ്ക്കാനുള്ളത്. ശരി, ശ്രീ AK സാദിഖ് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് CPMന്റെ വർഗീയ നിലപാടുകളാണ് ഈ വലിയ തോൽവിക്ക് കാരണമായത് എന്നുള്ളത്. മറ്റൊന്ന്, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ വർഗീയത, അത് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ വർഗീയത, ഇതാണ് LDF പ്രധാനമായി നോക്കിയത്. പിണറായി വിജയൻ കൊണ്ടു നടന്ന പലരും വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. അത് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ആദ്യഘട്ടത്തിൽ പേര് പറയുകയും ചെയ്തു. BJPയുടെ അതേ അജണ്ട ഇവിടെ CPM നടത്തുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടക്കം അത് ഉപയോഗിച്ചു. പക്ഷേ അതിൻ്റെ ഗുണഭോക്താക്കളായത് CPM അല്ല, നേരെ മറിച്ച് BJP ആണ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. ശ്രീ AK സാദിഖ്, അത് 100% കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച ഒരു പ്രത്യേക പ്രതിഭാസമാണ്. ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോൾ നമ്മൾ ഒരു കാഴ്ച കണ്ടു.
സാധാരണ മുഖ്യമന്ത്രിയുടെ കാറിൽ അദ്ദേഹമല്ലാതെ ഒരാളിനെ കയറ്റുകയില്ല. പക്ഷേ അദ്ദേഹം ഒരു നവോത്ഥാന നായകൻ എന്ന് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥാനമുണ്ടായിരുന്നതും പിന്നീട് കുറേ നാൾ തെറ്റിപ്പിരിഞ്ഞിരുന്നതുമായ ആ വ്യക്തിയെയാണ് സ്വന്തം കാറിൽ കൂട്ടിക്കൊണ്ടുപോയി ആഗോള അയ്യപ്പ സംഗമം. എന്താണ് ആഗോള അയ്യപ്പ സംഗമം? 8 കോടി രൂപ ചെലവാക്കി അയ്യപ്പനെ ലോകം മുഴുവൻ പരിചയപ്പെടുത്തി ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ. പക്ഷേ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ 1 പൈസ ചെലവില്ലാതെ ശബരിമല അയ്യപ്പൻ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് സ്വർണ്ണ കൊള്ള അങ്ങ് ചെന്നെത്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല പോലെ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എല്ലാ മതങ്ങൾക്കും തുല്യമായി അംഗീകാരം നൽകുന്ന ഏക ഒരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. അവിടെയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ വിഷം തുപ്പുന്ന പ്രസംഗങ്ങൾ നടത്തിയ വ്യക്തിയെ മുഖ്യമന്ത്രി ഉണ്ട്. എന്നിട്ട് അവിടെ നടന്നെന്താ? മുഖ്യമന്ത്രി അദ്ദേഹത്തെ ശ്രീ വെള്ളാപ്പള്ളിയെ വിശേഷിപ്പിച്ചത് കേട്ടാൽ ശ്രീനാരായണ ഗുരുവിനേക്കാൾ ശ്രേഷ്ഠൻ. അപ്പോൾ അദ്ദേഹം ശ്രീ വെള്ളാപ്പള്ളി തിരിച്ച് പ്രശംസിച്ചത് എന്താണ്? ഇതുപോലെ മുഖ്യമന്ത്രിയെപ്പോലെ ഒരു അയ്യപ്പ ഭക്തൻ ഈ ലോകത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ സഹകരണ സംഘം പോലെ ഈ 2 വിഭാഗം ആ ഒരു പ്രചരണം നടത്തിയതാണ് ഒരു പക്ഷേ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടൊക്കെ മാറിയത്. ഇനി മറ്റൊന്നാലോചിച്ച് നോക്കൂ. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും ഇടതുപക്ഷവും ഈ LDF ഗവൺമെൻറ്റും ചില പാർട്ടികളുടെ പേരുകളൊക്കെ എടുത്തിടും. ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇലക്ഷൻ വരെ ഇതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടുകയുമില്ല. അപ്പോൾ ഏത് വിഭാഗത്തെ കയ്യിലെടുത്താൽ മറ്റൊരു വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടും. തിരുവനന്തപുരത്ത് അതൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജനം വോട്ട് ചെയ്തത് കൊണ്ടാണ് ജയിച്ചതെന്നുള്ളത് അംഗീകരിച്ച് കൊടുക്കാമെങ്കിലും ചില സൗകര്യങ്ങളും സാഹചര്യങ്ങളുമൊക്കെ സൃഷ്ടിച്ചു കൊടുക്കും. അങ്ങനെ സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതിനൊരു സംശയമില്ല. അതിനെ നമുക്ക് പാലം എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കാം. ഒരാൾ ഞാൻ പാലമായി പ്രവർത്തിക്കുകയാണെന്ന് പരസ്യമായി ഒരു MP പറയുകയുണ്ടായല്ലോ, ശ്രീ ജോൺ ബ്രിട്ടാസ്. ഞാൻ കേന്ദ്രവുമായിട്ടുള്ള പാലമാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ പ്രസംഗിച്ച ആ നമ്മളുടെ NEPക്കും PM ശ്രീക്കുമെതിരെ അദ്ദേഹം നടത്തിയ പ്രസംഗം കേട്ടാൽ ന്യൂനപക്ഷങ്ങൾക്ക് കോൾമയിർ കൊള്ളും. അത്ര പ്രകോപനകരമായിട്ട് അദ്ദേഹം പ്രസംഗിച്ചത്. ഹിന്ദുത്വ, തീവ്ര ഹിന്ദുത്വ പാഠപദ്ധതികൾ കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കില്ല എന്നിട്ടാണ് പാലമായിട്ട് പോയി ഒപ്പിട്ടത്. അപ്പോൾ അത് ഇവർ തമ്മിൽ ഒരു ധാരണയുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ പാർലമെൻറ്റിൽ അതിനെ എതിർക്കുന്നത്? എന്നിട്ട് നമ്മുടെ കേരളത്തിലെ മന്ത്രി ശ്രീ ശിവൻകുട്ടി പറഞ്ഞ എന്താ? PM ശ്രീ രാജസ്ഥാനിലെങ്ങാണ്ട് കോൺഗ്രസ് ഒപ്പിട്ടില്ലേ, പിന്നെ ഞങ്ങൾക്ക് ഒപ്പിട്ടാൽ എന്താണ്? അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് പരോക്ഷമായി സമ്മതിക്കുന്നതിന് തുല്യമല്ലേ? ഇനി അതും പോകട്ടെ, അങ്ങനെ ഒപ്പിട്ടതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ പിന്നെ ഒപ്പിട്ടിട്ട് അതിൽ നിന്ന് പിന്മാറിയതെന്തിനാ? അതിന് മറുപടിയുണ്ടോ? അപ്പോൾ CPIയെ ഒന്ന് കബളിപ്പിക്കണം. അതേപോലെ ഈ മന്ത്രിമാർക്ക് തന്ത്രമറിയില്ല എന്നൊക്കെയായിരുന്നു നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ശിവൻകുട്ടി മന്ത്രി അത് ബോധ്യപ്പെടുത്തി തന്നു. അദ്ദേഹം പറഞ്ഞ എന്താ? അത് ഒപ്പിടുന്ന വെറും ഒരു തന്ത്രമാണ്, അവരുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാനാണ്. ഇതൊക്കെ കേരളത്തിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇവിടെ ഈ പ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഈ പാലം പോലെ ഉള്ള ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില ധാരണകൾ, അതിന് ചില സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിനൊന്നും ഒരു തർക്കവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണ് നമ്മൾക്കിവിടെ പറയാൻ കഴിയുന്നത്? ഈ പെൻഷനെ കുറിച്ച് പറയുകയുണ്ടായല്ലോ. ശ്രീ ആയൂർ ബിജു പറഞ്ഞു പെൻഷനൊക്കെ 600-ൽ നിന്നാണെന്ന്. 2016 ഏപ്രിൽ മാസത്തിൽ 75 വയസ്സിന് മുകളിലുള്ള വാർദ്ധക്യ പെൻഷൻ 1500 രൂപയാക്കി ഇറക്കിയ ഗവൺമെൻറ് ഉത്തരവ് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് 65 വയസ്സായിരുന്നു വാർദ്ധക്യകാല പെൻഷൻ്റെ അർഹത. അച്യുതാനന്ദൻ ഭരണമൊഴിയുമ്പോൾ 65 വയസ്സ്. ശ്രീ ഉമ്മൻചാണ്ടിയാണ് അത് 2011-ൽ 60 വയസ്സായി കുറച്ചത്. അതുമാത്രമോ,
ഒന്നിലധികം പെൻഷനുകളൊന്ന് വാങ്ങാമായിരുന്നു. ക്ഷേമ പെൻഷനുകൾ, ക്യാൻസർ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, 3 പെൻഷൻ വരെ ഒന്നിച്ച് വാങ്ങാമായിരുന്നത് ഇവർ ഈ 600,000 ആക്കിയപ്പോഴത്തേക്ക് അത് ഒറ്റ പെൻഷനാക്കി വെട്ടിക്കുറച്ചു. അന്ന് ശ്രീ പ്രേമചന്ദ്രൻ നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇതാ: എനിക്ക് MP പെൻഷനും കിട്ടും, MLA പെൻഷനും കിട്ടും. ഇവിടെ പാവപ്പെട്ട ഒരു വാർദ്ധക്യകാല പെൻഷൻ കിട്ടുന്നവന് കർഷക തൊഴിലാളി പെൻഷൻ 500 രൂപ കിട്ടുന്നത് കൊടുക്കില്ല എന്ന് പറയുന്നത് മര്യാദയാണോ എന്ന് അദ്ദേഹം ചോദിച്ചത് നമ്മളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതും പോകട്ടെ, ഈ വാർദ്ധക്യകാല പെൻഷൻ കുറേ നാൾ മുടങ്ങിയല്ലോ. നേരത്തെ ബഹുമാന്യനായ ശ്രീ ബിജു നായർ അദ്ദേഹം അത് സൂചിപ്പിക്കുകയുണ്ടായി. മറിയ ചേച്ചി, ഒരു മറിയക്കുട്ടിയൊക്കെ പിച്ചച്ചട്ടിയൊക്കെ എടുത്തുകൊണ്ടൊക്കെ സമരത്തിന് ഇറങ്ങിയ സമയത്ത് ഇത് സുപ്രീം കോടതിയിൽ ഈ പെൻഷൻ മുടങ്ങിയതിനെതിരെ ഒരു കേസ് പോയി. ആ കേസ് പോയപ്പോൾ കേരള സർക്കാർ അവിടെ കൊടുത്ത അഫിഡവിറ്റ് എന്താണെന്നറിയാമോ? ക്ഷേമ പെൻഷൻ സർക്കാരിൻ്റെ ഔദാര്യമാണ്, അവകാശമല്ല. അതായത് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ ഔദാര്യമാണ്, ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ അവകാശമാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ അവകാശമാണ്. ഇങ്ങനെ ഞങ്ങൾ ഭരിക്കുമ്പോൾ മാത്രം ഇതൊക്കെ ഔദാര്യവും മറ്റുള്ളവർ ഭരിക്കുമ്പോൾ അവകാശവും. ആ പെൻഷൻ്റെ പേര് ബഹുമാന്യനായ ശ്രീ ആയൂർ ബിജു വല്ലപ്പോഴും ആരുടെയെങ്കിലും ഒരു പെൻഷൻ്റെ ആ കടലാസ് എടുത്ത് വാങ്ങിച്ച് നോക്കണം. മലയാളത്തിലും ഇംഗ്ലീഷിലുമുണ്ട്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ, വിധവാ പെൻഷൻ, അതേപോലെ വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ. ഈ പെൻഷനുകളുടെ എല്ലാം പേരിൻ്റെ മുന്നിൽ എന്തുണ്ട്? ഇന്ദിരാഗാന്ധി എന്നുണ്ട്. ശ്രീ നരേന്ദ്രമോദി ഇന്നൊരു പുതിയ തീരുമാനം നമ്മൾ പത്രത്തിൽ കണ്ടു. ഈ 2 പാർട്ടികളും കോൺഗ്രസിനെ എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളതിന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് ഇനി മാറ്റാൻ പോകുന്നത് എന്താ? പൂജ്യ ബാപ്പു റോസ്ഗാർ യോജന. ആ പേര് പറയാൻ പോലും പറ്റുമോ? മഹാത്മാഗാന്ധിയുടെ, രാഷ്ട്രപിതാവിൻ്റെ പേരിലുള്ള ഒരു പെൻഷൻ്റെ പേര് പോലും മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഈ 2 പാർട്ടികളുടെയും മുഖ്യ ശത്രു കോൺഗ്രസ്സാണ്. കേന്ദ്രത്തിൽ BJPക്ക് ഭരിക്കാൻ കേരളം കിട്ടില്ല, CPMന് കേരളം ഭരിക്കാൻ കേന്ദ്രം കിട്ടില്ല. ഈ 2ഇടവും ഒരേപോലെ ഭരിക്കാൻ പറ്റുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഇവർക്ക് 2 പേരുടെയും പൊതുശത്രുവായതുകൊണ്ട് സൗകര്യം കിട്ടുമ്പോൾ 2 പേരും അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചെടുക്കുന്നുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെടാൻ അല്പം വൈകിയെന്നേ ഉള്ളൂ. മറ്റൊരു കാര്യം, 2021 ഒരു തുടർ ഭരണം കിട്ടിയത് മുതലാണല്ലോ കേരളത്തിൻ്റെ അധപ്പതനം. അതിനുശേഷം ശ്രീ ലിജിൻ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകൾ നോക്കുക. 2021 ശേഷം നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് 2024 20ൽ 18 സീറ്റ് വാങ്ങി UDF തൂത്തുവാരി. ആ തൂത്തുവാരിയപ്പോൾ ഈ CPM BJPയും കോൺഗ്രസിൻ്റെ വിജയത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? അന്നും അത് വിജയമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അന്ന് LDF പറഞ്ഞു ഇതൊരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പല്ലേ, ഇവിടെ എന്താ വിഷയം? ഇപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു, ഇങ്ങേയറ്റത്തെ തിരഞ്ഞെടുപ്പ്, സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന. അത് തൂത്തുവാരിയപ്പോൾ പറയുന്നത് എന്താ? ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജയിച്ചെന്നും പറഞ്ഞ് ഇത്രയും എന്തു പറയാനുണ്ട്? ശ്രീ ആയൂർ ബിജു, ഒരു സംശയം വേണ്ട, അടുത്ത ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം മെയ്യിൽ വരും. ആ തിരഞ്ഞെടുപ്പും കൂടെ UDF ജയിക്കുമ്പോൾ ഹാട്രിക്ക് വിജയം. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തിരഞ്ഞെടുപ്പും കേരളത്തിലെ ജനങ്ങൾ കൊടുക്കും. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റുമെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 2 അബദ്ധം ഏത് വോട്ടർക്കും പറ്റും. 3ാമതൊരബദ്ധം 2026 കേരളത്തിലെ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പരാജയത്തെ ഇത് ദയനീയ പരാജയമാണ്. പക്ഷേ ഈ പരാജയത്തിൽ നിന്നും ഒരു പാഠവും ഉൾക്കൊള്ളില്ല. ശ്രീ MM മണി വൈകാരികമായി കുത്തി ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണെന്നൊക്കെ ദയവേത് പറയരുത്. പെമ്പിളൈ ഒരുമൈ എന്ന് പറയുന്ന തോട്ടം തൊഴിലാളികൾ ഒറ്റക്കെട്ടായി സമരം ചെയ്തപ്പോൾ അവരെ ആക്ഷേപിച്ച് സംസാരിച്ചതൊക്കെ ഓർമ്മയില്ലേ? ആശാ വർക്കർമാർ
26,000 ചില്വാനം ആശാ വർക്കർമാർ 266 ദിവസം ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്തിട്ട് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്ത എത്ര രൂപയാ? 1000 രൂപ. 1000 രൂപയെ 31 ദിവസം കൊണ്ട് ഭാഗിച്ചാൽ 32 രൂപ. ഒരു ബംഗാളി 900 രൂപയാണെങ്കിൽ അവൻ്റെ ഒരു ദിവസത്തെ ശമ്പളം പിന്നെ വർദ്ധിപ്പിക്കുന്ന 950 രൂപയാണ്, അല്ലെങ്കിൽ 1000 ആയിട്ടാണ്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 50-100 രൂപയിൽ കുറഞ്ഞ വർധനവില്ലാത്തപ്പോൾ ആശാ വർക്കർമാർക്ക് 32 രൂപ കൊടുത്തിട്ട് വലിയ ഒരു ഔദാര്യം കൊടുക്കുന്നെന്നൊക്കെ പറഞ്ഞാൽ അത് ഇവിടുത്തെ ആ ആശാ വർക്കർമാരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതിദരിദ്ര കേരളം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു. 5,91,194 മഞ്ഞ കാർഡുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അത് അതിദരിദ്രർക്ക് കൊടുക്കുന്ന അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന പദ്ധതിയാണ്. വേണമെങ്കിൽ ഇത് കേരളത്തിൽ ഇപ്പോൾ ഈ അർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ അതിദരിദ്രരില്ല, പെൻഷൻ കിട്ടാത്തവരാരുമില്ല. എല്ലാവരും മാവേലിയുടെ നാട് പോലെ ഇപ്പോൾ അങ്ങ് സുഭിക്ഷരാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്താ 8 നിലയിൽ പൊട്ടിയത്? അപ്പോൾ ശരി, അതിന് ഉത്തരം എന്തായാലും LDF പറഞ്ഞേ മതിയാവും. ശ്രീ ആയൂർ ബിജു, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങേക്ക് നിശ്ചയമായും മറ്റുള്ളവർ പറഞ്ഞതിന് മറുപടി നൽകാം. ഒപ്പം തന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ 1-2 സ്ഥലം, പ്രത്യേകിച്ച് ഈ കൊല്ലം കോർപ്പറേഷൻ രൂപീകൃതമായിട്ട് ഇതുവരെയും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അവിടെ സ്ഥിരമായി LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, CPM ആണ് ഭരിക്കുന്നത്. പക്ഷേ ഇത്തവണ നിങ്ങൾ അട്ടപട്ടലം അവിടെ പൊളിയുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് ഇടത് പക്ഷക്കാർ ഉള്ളത് ഒരുപക്ഷെ കൊല്ലം ജില്ലയിലായിരിക്കും. അത് കഴിഞ്ഞിട്ടേ ചിലപ്പോൾ കണ്ണൂർ പോലെയുള്ള ജില്ലകൾ കാണും. അവിടെ പോലും നിങ്ങൾക്ക് നിൽക്കക്കളിയില്ലാതെ വരുന്നു എങ്കിൽ അവിടെ BJP രണ്ടക്കത്തിലേക്ക് എത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കേന്ദ്രങ്ങളിൽ, ശക്തി കേന്ദ്രങ്ങളിൽ പോലും നിങ്ങൾക്ക് ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല എങ്കിൽ കേരള സമൂഹം നിങ്ങളെ പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചു. പണ്ടത്തെ പിണറായി വിജയൻ്റെ ഭാഷ പറഞ്ഞാൽ കടക്ക് പുറത്ത് LDFI എന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അത് ഇപ്പോഴെങ്കിലും ആ ഒരു തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. ഈ ശബരിമലയൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്തതാണ്. അതൊക്കെ ചർച്ചയാകുമെന്ന് നിരവധിയായി തവണ എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞു. പക്ഷെ അത് അംഗീകരിക്കാത്ത ഒരേ ഒരു പാർട്ടി CPM ആയിരിക്കും, ഇടതുമുന്നണിയായിരിക്കും. ഈ ഘട്ടത്തിലെങ്കിലും പരാജയപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിലെങ്കിലും ഇതൊക്കെ ചർച്ചയായി, ഇതൊക്കെ ജനങ്ങൾ സ്വീകരിച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിന് ഞാൻ താങ്കളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി. അതിന് മുന്നേ പ്രിയപ്പെട്ട BJPയുടെ വക്താവ് ഇവിടെ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഞാൻ ഈ കോൺഗ്രസിൻ്റെ നേട്ടങ്ങളെയോ അല്ലെങ്കിൽ K. കരുണാകരൻ, ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കന്മാർ കേരളത്തിൽ നൽകിയ സംഭാവനകളെയോ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി കോൺഗ്രസ് ചെയ്ത സംഭാവനകളെ ഞാൻ തള്ളിക്കളയുന്നില്ല. അതിനെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് മാത്രമാണ് എൻ്റെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ചില കാര്യങ്ങൾക്ക് വ്യക്തത വരുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവം. അദ്ദേഹം പറഞ്ഞ BJPയുടെ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ നിന്ന് യുവാക്കൾ ഇതര രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു, മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നാണ്. നിങ്ങളുടെ പരാജയമാണ് സാർ. ഇന്ത്യ ഭരിക്കുന്ന 10 കൊല്ലത്തിന് മുന്നേ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ആരും വെളിയിലേക്ക് പോയിട്ടില്ല. അവരൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി വിഭാവനം ചെയ്ത സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി വിഭാവനം ചെയ്ത സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി പൊരുത്തപ്പെട്ട് അതിനകത്ത് ജോലി ചെയ്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന BJP ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ജനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് സംശയമുണ്ടോ? നിഷേധിക്കാൻ പറ്റുമോ? താങ്കൾ തന്നെ പറഞ്ഞില്ലേ, ഇവിടുന്ന് വിദ്യാർത്ഥികൾ, നാട്ടുകാർ, ജനം എങ്ങനെ പോകാതിരിക്കുമെന്നേ. ഗുജറാത്തിൽ ഒരു ഇതര ജാതിയിൽപ്പെട്ട ആളിന് താമസിക്കാൻ പറ്റുമോ? UPയിൽ താമസിക്കാൻ പറ്റുമോ? ഒരു പശുവിനെ വളർത്തി ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ തല്ലിക്കൊല്ലില്ലേ? മനുഷ്യന് ആഹാരം കഴിക്കാനുള്ള മുഴുവൻ അവകാശത്തെ നിങ്ങൾ നശിപ്പിച്ചില്ലേ? നിങ്ങളുടെ നെറുകേട് കൊണ്ട് നിങ്ങൾ ഈ കേരളത്തിലെ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ അടിച്ചേൽപ്പിച്ച വർഗീയ വിദ്വേഷത്തിൻ്റെ ഫലമായിട്ട് ജോലി സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് സാർ ഇവിടുന്ന് ജനങ്ങൾ വെളിയിലേക്ക് പോയത്. തടയാൻ പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ എന്തേ അതിന് ഉചിതമായ നിയമങ്ങൾ ഉണ്ടാക്കി നയം രൂപീകരിച്ച് വിദേശത്ത് പോകുന്ന ജനങ്ങളെ, സാധാരണക്കാരെ ആൾക്കാരെ, യുവാക്കളെ ഇന്ത്യയിൽ തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് പറ്റിയോ? പണ്ട് നമുക്കറിയാം ചൈന എങ്ങനെയാണ് ഈ നിലയിലേക്ക് എത്തിയത്. ചൈനയിൽ നിന്ന് ഒരാളും വെളിയിലേക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല. ചൈനയിലേക്ക് ആരും വരാനും സമ്മതിച്ചില്ല. ചരിത്രം താങ്കൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് പഠിച്ചു നോക്കണം. അങ്ങനെയാണ് ചൈന രക്ഷപ്പെട്ടത്. അങ്ങനെ രക്ഷപ്പെടാൻ ഇന്ത്യക്ക് ആവശ്യമായി ഇന്ത്യയിലെ ജനങ്ങൾക്ക്
ഇന്ത്യയിൽ സാധാരണക്കാരുടെ ജനവിഭാഗങ്ങൾക്ക് ആവശ്യമായ നിയമം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ? തൊഴിൽ കൊടുക്കാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ മൈക്കിൻ്റെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ പറയരുത്. ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരാൾ, ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരാൾ വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ഇന്ന് രാഷ്ട്രീയം പറയുന്ന നിങ്ങളുടെ പാർട്ടിയുടെ പിടിപ്പുകോടുകൾ മാത്രമാണ് എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കും. ഒരു നിമിഷം ഞാൻ അല്ലല്ല ഒറ്റ നിമിഷം അല്ലല്ല ആ കാര്യത്തിൽ തന്നെ എനിക്കും അങ്ങയുടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ്സിന്റെയും ഒരു പഠനം 2024 ഈ ലോക കേരള സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കേരളത്തിൽ നിന്നുള്ള ആഭ്യന്തര കുടിയേറ്റക്കാരിൽ 45.2% ആളുകളും കർണാടകയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കണക്കുണ്ട്. മാത്രമല്ല ഈ കേരളം വിടുന്ന ആളുകളിൽ 45% വരുന്ന ആളുകളും വിദ്യാർത്ഥികളാണ്. ഏകദേശം 4.72 ലക്ഷമാണ് കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, അതായത് കേരളം വിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസവും കേരളത്തിൽ ആവശ്യത്തിലുള്ള ജോലിയില്ല എന്ന് പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, കർണാടകയിൽ പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നത്. നിങ്ങൾ എന്താണോ BJPക്ക് പറയുന്നത്, BJPയെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത്, അത് നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മന്ത്രി ആർ ബിന്ദു പല ഘട്ടത്തിലും പറഞ്ഞത് ഇവിടെ നിന്നും യുവാക്കളൊന്നും പുറത്തേക്ക് പോകുന്നില്ല, എല്ലാവർക്കും ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നു എന്നിങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം അതൊന്നുമല്ല. നിങ്ങളുടെ തന്നെ പഠന സർവേ റിപ്പോർട്ടുകളൊക്കെ തന്നെ പറയുന്നത് ഇവിടെ നിന്നും വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പരസ്പരം നിങ്ങൾ രണ്ടുപേരും മെച്ചപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കാനൊന്നും വേണ്ട. അത് പറയാം. അത് നോക്കൂ, കർണാടകയിലേക്ക് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയിരുന്ന കാലഘട്ടമുണ്ട്. അതിനെ തടയിട്ടത് ഞാൻ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സ്വകാര്യ കോളേജുകളെ, നഴ്സിംഗ് കോളേജുകൾ, അങ്ങനെയുള്ള ബിടെക് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജുകളും ആവശ്യത്തിന് അനുവദിച്ചു കൊടുത്തത് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തന്നെയാണ്. കേരള കോൺഗ്രസ് പാർട്ടി KM മാണി ഉൾപ്പെടെ കേരളം ഭരിച്ചപ്പോഴാണ്. അതിനൊന്നും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസിനെ ഒന്നും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില മേഖലകൾ ഉണ്ട് എങ്കിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന് കൊടുത്ത ഒരു സംഭാവനയെയും ഞാൻ വില കുറച്ച് കാണിക്കുന്നില്ല. അത് കർണാടകയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കേരളത്തിന് ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണമെന്ന കാഴ്ചപ്പാട് ഉണ്ടാക്കിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനായ അന്നത്തെ മുഖ്യമന്ത്രിയായ AK ആന്റണിയുടെ കാലഘട്ടമാണ്. അതിനെയൊന്നും നിഷേധിക്കുന്നില്ല, വില കുറച്ച് കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട ബിജു നായർ പറഞ്ഞ ഒരു കാര്യത്തിൽ, ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ജനങ്ങൾ വെളിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പഠനത്തിന് വേണ്ടി പോകുന്നു, ജോലിക്ക് വേണ്ടി പോകുന്നു. നിങ്ങളുടെ കഴിവുകേടാണ് സാർ, BJPയുടെ കഴിവുകേട്, നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ കഴിവുകേട്, നിങ്ങളുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ കഴിവുകേട് കൊണ്ടാണ് ഇവിടെ നിന്ന് ഒരാളെങ്കിലും അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നത്. ബോധ്യമാകുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, അതിദരിദ്ര വിമുക്തമായ ഒരു കേരളത്തെ പ്രിയപ്പെട്ട സാദിഖ് സാറ് അതിനെ വിമർശിക്കുന്നത് കണ്ടു. ദാരിദ്ര്യമല്ല നിർമ്മാർജ്ജനം ചെയ്തത്. അതിനകത്തൊരു വ്യക്തത ഇന്ന് സാദിഖ് സാറിന് ഇല്ല എന്നല്ല, പൊതുസമൂഹത്തിനുണ്ട്. ദാരിദ്ര്യമല്ല നിർമ്മാർജ്ജനം ചെയ്തത്, അതിദാരിദ്ര്യം. ലോകത്തിൽ ആദ്യമായിട്ട് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ഏക ലോകരാജ്യം ചൈനയാണ്. ചൈന കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം ചൈന കഴിഞ്ഞാൽ ലോകത്ത് അതിദാരിദ്ര്യമുക്തമായ ഏക ഭൂപ്രദേശം കേരളമാണ്. ഞാൻ പറയുന്നത്, വീണ്ടും ശ്രദ്ധിക്കുന്നത്, ഈ പറയുന്ന നമ്മുടെ ജയിക്കുന്നതിൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞാൻ പറയുന്നത്. ദാരിദ്ര്യം ഇല്ലാതാക്കി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് അതിദരിദ്രരായിട്ടുള്ള സാധാരണക്കാരായ ആൾക്കാരെ ഇല്ലാതാക്കിയ ഒരു സംസ്ഥാനമാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമായിരുന്നു, അത് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് വാക്കിലല്ലേ സാർ? 64,006 പേരടങ്ങുന്ന ഈ പറയുന്നത് പോലെ അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെടുന്ന ആളുകളെ അതിൽ നിന്ന് മാറ്റി നിങ്ങൾ അതിദാരിദ്ര്യ സംസ്ഥാനം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ അവിടെയും ചോദ്യങ്ങൾ നിരവധിയുണ്ട്. പക്ഷെ അതിനൊന്നും തന്നെ ഈ നിമിഷം വരെയും
ആരും മറുപടി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി വലിയ പ്രഖ്യാപനം നടത്തുന്നു, മന്ത്രി എം പി രാജേഷ് ഒരു പത്രസമ്മേളനം അതിന് പിന്നാലെ നടത്തുന്നു. അതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഈ പ്രഖ്യാപനം നടത്താൻ തന്നെ 1.5 കോടി രൂപയോളം ചെലവിട്ടാണ് ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നത്. നടൻ മമ്മൂട്ടിയെ പോലെയുള്ള ഒരാളെ അവിടെ കൊണ്ടുവന്ന് പ്രഖ്യാപനം നടത്തുന്നു. എന്ത് മാനദണ്ഡം നിങ്ങൾ അവിടെ ഉപയോഗിച്ചു? എന്ത് ആധികാരിക സമിതിയാണ് അത് നിർണയിച്ചത്? എന്തായിരുന്നു അതിലെ പ്രധാന ഘടകം? ഇതിനൊന്നും നിങ്ങൾക്ക് ഉത്തരമില്ല. അടുത്ത് നിൽക്കുന്ന വേളയിൽ തൊട്ട് മുൻപ് തന്നെ ഒരു പ്രഖ്യാപനം. താങ്കൾക്കെല്ലാം അറിയാം, പക്ഷെ ഒരു മുഖംമൂടിയുടെ എനിക്കറിയില്ല, അങ്ങ് പറഞ്ഞോളൂ. നിങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ സംസാരിക്കുള്ളൂ. താങ്കൾക്കറിയാം. നോക്കൂ, എന്താണ് നമ്മള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ അതിദരിദ്രരായ ജനങ്ങളെ കണ്ടുപിടിക്കാൻ ഒരു നടപടിയെടുക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അതിനുവേണ്ട സംവിധാനം ഒരുക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ വഴി ഈ കാര്യങ്ങൾ നടപടിയെടുക്കുന്നു. അതിലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഭരിക്കുന്ന എല്ലാ ഗ്രാമപഞ്ചായത്തുകളും പങ്കാളികളായിട്ടുണ്ട്. അവര് സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ നടത്തി വ്യക്തതയോടെ കൃത്യതയോടെ കാര്യങ്ങൾ പഠിച്ച് ഒരു വാർഡിൽ, ഒരു പഞ്ചായത്ത് വാർഡിൽ എത്ര പേരുണ്ട് അങ്ങനെ അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്നത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്ത് അങ്ങ് പറഞ്ഞ അവിടെ തന്നെ ഞാൻ ചോദിക്കാം. അതായത് ആ പറഞ്ഞ പോയിന്റിൽ തന്നെ ഒരു ചോദ്യം, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഈ പുറത്തിറക്കിയ ഒരു കുറിപ്പ് എന്ന് അങ്ങ് പറയുന്നത്. ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു വരുമാനവും ഇല്ലാത്തവർ, 2 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, റേഷൻ കിട്ടിയാലും പാകം ചെയ്യാൻ കഴിയാത്തവർ, ആരോഗ്യസ്ഥിതി മോശമായവർ തുടങ്ങിയവരാണ് ഈ അങ്ങ് പറഞ്ഞ തദ്ദേശ വകുപ്പ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത്. ഈ ചോദ്യം, അവർ ഈ അഗതികൾ എന്ന ഗണത്തിൽ വരുന്നവരല്ലേ എന്നാണ്. അവരെയാണ് സർക്കാർ അതിദരിദ്രർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത്തരത്തിൽ ഈ ഭക്ഷണം കൊടുത്താലും അല്ലെങ്കിൽ റേഷൻ കിട്ടിയാൽ പാചകം ചെയ്ത് കഴിക്കാൻ വയ്യാത്തവർ, റേഷൻ കാർഡ് ഇല്ലാത്തവർ, വൈദ്യുതി ഇല്ലാത്തവർ, വീട്ടിൽ വാട്ടർ കണക്ഷൻ ഇല്ലാത്തവർ, സർവ്വ മാനദണ്ഡങ്ങളും മാറ്റിവെച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു. വാതിൽപ്പടിയിൽ അവർക്ക് ഭക്ഷണങ്ങൾ എത്തിച്ചു. റേഷൻ കടകൾ വഴി അതിദരിദ്രരായ വീട്ടുകളിൽ റേഷൻ എത്തിച്ചു കൊടുത്ത് അങ്ങനെയാണ് ആ സംവിധാനം ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഈ ഭക്ഷണം വാങ്ങാൻ പോലും പണമില്ലാതെ കഷ്ടപ്പെടുന്നവരും നിരവധിയുണ്ട്. അങ്ങേക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് വലിയ ദൂരമൊന്നും പോകണ്ട, നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ മതി. 3-4 ഉപതെരഞ്ഞെടുപ്പുകളിലെ ദയനീയ പരാജയം, അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ അതിദയനീയമായ പരാജയം, ഇതൊക്കെ പരാജയമല്ല എന്ന് സ്വയം ആശ്വസിക്കാൻ പറയാമെങ്കിലും അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇത് വൻ പരാജയമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൽ നിന്നും ഇനി കരകയറാനൊന്നും ഉള്ള മാർഗവുമില്ല എന്നുള്ളതും ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ തന്നെ CPM-ൻ്റെ മുന്നണിക്കകത്ത് CPI ശരിക്കും അവർ അസ്വസ്ഥരാണ്. തൃശ്ശൂരിൽ VS സുനിൽകുമാർ എന്ന ആ സ്ഥാനാർത്ഥി പരാജയപ്പെട്ട സ്ഥാനത്ത് അവർ അത് പരസ്യമായി ഉന്നയിച്ചതാണ്. പക്ഷേ വേറെ മാർഗമൊന്നുമില്ല. CPIക്ക് ഒന്നുകിൽ കോൺഗ്രസിൻ്റെ കൂടെ പണ്ടത്തെ പോലെ അവരുടെ പുഷ്കലകാലം പോലെ തിരിച്ചു വരണം, അതല്ലെങ്കിൽ BJPയുടെ കൂടെ പോകണം. അല്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ഒരു നല്ല സന്ദർഭം ഉണ്ടാക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരിക്കാം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് കണക്ക് കൂട്ടാം. മറ്റൊന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റേതാണ്. അവർക്ക് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ പോയെങ്കിലും പിന്നീട് എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഏത് കാര്യത്തിൽ ആരെന്ത് പറഞ്ഞാലും അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നുള്ള ഈ സമീപനം ആദ്യം നിർത്തുക. നിങ്ങളെ പോയാലും പോക്കിയാലും എന്തായാലും നിങ്ങളങ്ങ് പോയല്ലോ. പോയി അവിടെ ചെന്നതിന് ശേഷം പാല നഷ്ടപ്പെട്ടു. മാണി സി കാപ്പൻ തിരിച്ചു വന്നു. മാണി സി കാപ്പൻ UDFൻ്റെ ഭാഗമായി. ഇന്ന് നമ്മുടെ ബഹുമാന്യനായ PJ ജോസഫ് സാറ് ഒരു കാര്യം പത്രക്കാർ കുത്തി ചോദിച്ചിട്ടും എനിക്കതിൽ അഭിമാനം തോന്നി. അതായത് 2 ഇലയെക്കുറിച്ച്, അവിടുത്തെ കോട്ടയത്തെ പരാജയത്തെക്കുറിച്ചാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അർത്ഥം അധികം താമസിയാതെ 2 പേരും പണ്ടത്തെ പോലെ ഒന്നാകും എന്ന് തന്നെയാണ്. ജനതാദള് കേന്ദ്രത്തിൽ BJPയുടെ കൂടെയും അതേ ജനതാദൾ ഇവിടെ CPM-ൻ്റെ കൂടെയുമാണ്. എന്ത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം! അവർക്ക് ബുദ്ധിമുട്ടുണ്ട് ആ ജനതാദളിന്. അപ്പോൾ ഇങ്ങനെ പല ഘടകകക്ഷികളുമുണ്ട്. അവരുടെയൊക്കെ
സമീപനത്തിന് തീർച്ചയായിട്ടും മാറ്റമുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനി അതിദരിദ്രരെ ഇല്ലാതാക്കാൻ വേണ്ടി LDF ചെയ്തു എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ. അതിന് 2001 ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആശ്രയ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നതിൻ്റെ ഒരു ആവിഷ്കാരമാണിത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിൽ ഇപ്പോൾ CPM ഇവിടെ കൊട്ടിഘോഷിക്കുന്ന എല്ലാ പദ്ധതികളും പഴയ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കോൺഗ്രസ് സർക്കാരിൻ്റെ പുനരാവിഷ്കരണമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈഫാണ്. പഴയ ഇന്ദിരാഗാന്ധി ആവാസ് യോജനയും രാജീവ് ആവാസ് യോജനയും ഒക്കെയാണത്. ജലജീവൻ മിഷൻ എന്ന് പറയുന്നത് പഴയ രാജീവ് ഗാന്ധി ദേശീയ കുടിവെള്ള പദ്ധതിയാണ്. ആർദ്രം പദ്ധതി പഴയ ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതിയാണ്. ഇങ്ങനെയുള്ള പദ്ധതികളുടെയൊക്കെ പേര് മാറ്റി ജനങ്ങളെ കബളിപ്പിക്കാൻ കുറെ നാൾ കഴിഞ്ഞു. ആളുകൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി. അല്ല, നിങ്ങൾ പറഞ്ഞത് മുന്നണി മാറ്റം എന്ന ഒരു സംവിധാനത്തിലേക്കാണ് താങ്കൾ അവസാനമായി കൊണ്ടുവന്ന് സാദിഖ് സാറിനോട് ചോദിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങൾ ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പരാജയം ഉണ്ടായതിൻ്റെ പേരിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകില്ല. ഞാൻ നേരത്തെ ഇടപെട്ടത്, സാദിഖ് സാർ പറഞ്ഞപ്പോൾ ഇടപെട്ടത്, ഞങ്ങൾ ഈ മുന്നണിയിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തു പോയവരല്ല. ഞങ്ങളെ അന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് UDF കൺവീനറായിരുന്ന ബെന്നി ബെഹനാൻ പറയുന്നൊരു വാചകമുണ്ട്. UDF കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് UDF തുടരാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വെളിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയ അഭയം നൽകിയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്, ഇടതുപക്ഷ ചേരിയാണ്. ഞങ്ങൾ അവരോടൊപ്പം കൃത്യമായ നിയതമായ രൂപത്തിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നയങ്ങൾ കൂടി ബഹുമാനായ ഞങ്ങളുടെ ചെയർമാൻ ജോസ് കെ മാണിയുടെ ആശയങ്ങളും ഞങ്ങളുടെ പാർട്ടിയുടെ റോഷി അഗസ്റ്റിൻ്റെ ആശയങ്ങളും ഞങ്ങളുടെ പാർട്ടിയുടെ നയങ്ങളും കൂടി ചേർത്താണ് ഇടതുപക്ഷത്തിൻ്റെ നയരൂപീകരണം. ഇതേ നിമിഷം വരെ ഞാൻ ഈ സംസാരിക്കുന്ന 8:48 വരെ ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് യാതൊരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിലയിൽ ഈ 8:48 ആകുമ്പോഴും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഞങ്ങൾ സേഫ് സോണിലാണ്. ഞങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹം തന്ന എല്ലാവിധമായ പിന്തുണയ്ക്കും നന്ദി അറിയിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കും. ശരി, അപ്പോൾ ഇത് വേറെ മാറ്റമൊന്നും ചിന്തിക്കുന്നുമില്ല. എന്തായാലും ജനം നൽകിയത് അത് അതേപടി അങ്ങ് അംഗീകരിക്കുകയും ചെയ്യുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ മുന്നോട്ട് പോകും എന്നാണോ? തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ പറയട്ടെ, ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയിലുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കിട്ടിയതിനെക്കാട്ടും അംഗീകാരവും സീറ്റും ഞങ്ങൾക്ക് ലഭ്യമായെന്നേ. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് അങ്ങനെയല്ലല്ലോ. അല്ല, മന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾക്ക് മന്ത്രി ഉണ്ടായിരുന്ന അല്ല അന്ന് ലോക്സഭാ എംപിമാരുണ്ടായിരുന്നു. സമയമില്ല. രാജ്യസഭാ എംപിമാരുടെ കാലഘട്ടത്തിൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ സാർ? ഒരു രാജ്യസഭാ എംപി ഉണ്ടായിരുന്നുള്ളൂ. ലോക്സഭാ എം പി അങ്ങോട്ട് പോയി. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. എന്തായാലും കൃത്യമായ മുന്നറിയിപ്പ് ജനം നൽകി കഴിഞ്ഞു. അത് സ്വീകരിക്കുക എന്നതല്ലാതെ മറ്റ് വഴികളൊന്നും LDF മുൻപിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. വളരെയധികം നന്ദി A. ഷുക്കൂർ, അതോടൊപ്പം തന്നെ ശ്രീ ആയൂർ ബിജു, ശ്രീ ബിജു നായർ, AK സാദിഖ്. ചർച്ച പൂർണ്ണമാവുകയാണ്. ജയ്.